രജനീഷ് വരുന്നുണ്ട് രജനീഷ് വരുന്നുണ്ട്. ഈ പെണ്ണിനെ കൂടെ ഇന്റർവ്യൂ എടുത്താൽ നമ്മള് കൊള്ളമാവും. മലയാളത്തിലെ ചെറുവാക്കേ അറിയുള്ളൂ. മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി. അയ്യ പറയണ്ട. അമ്മേനെ വഴക്കുറയും ചെറിയ വയസ്സിലെ. അതെ അമ്മ വിചാരിച്ചു അമ്മയെ പോലെ തന്നെ ഞാനും ഒരു പൊട്ടിയാന്ന്. അങ്ങനെയൊന്നും പറയില്ല ശിവാംഗി, ഞാൻ പൊട്ടിയൊന്നുമല്ല. ഇവളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്താ എന്റെ എല്ലാം പോകും. ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും. ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. എന്ന് ആ ചേട്ടൻ ചിരിക്കാം. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ഡബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അത് ഇതിന്റെ ക്രഷിന്റെ പേരിലല്ല, വേറൊരു പേരിൽ ഫൈറ്റ് ആയപ്പോ ഞാൻ ഭയങ്കരമാ കത്തി. നീ എന്റെ പേര് സോറി ചോദിച്ചോ? നിന്റെ പേര് തെറ്റില്ലായിരിക്കാം, പക്ഷെ നീ കത്തിയ കത്തലോ ഈ ഫ്ലാറ്റ് മുഴുവൻ കേട്ടു. രക്ഷപ്പെട്ടു, അവന്റെ ഓടി എന്ന് പറഞ്ഞ് നിന്റെ ഈ ശബ്ദം കേട്ടിട്ടായിരിക്കും പറഞ്ഞു. അതൊക്കെ ഫീൽ ചെയ്തു. ഇങ്ങനെയല്ല ആരെങ്കിലും ട്രിഗർ ചെയ്യോ? ഞാൻ എനിക്കാകെ വേണ്ടി അവിടെ നിന്ന് ഞാൻ വാതാടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലേ അവൻ നിന്നെ ഇട്ടിട്ട് പോയെന്ന് അങ്ങനെ പറയാൻ പറ്റും. ചെയ്യരുത്. എന്റെ മുകളിൽ തെറ്റില്ല, അവനാണ് ഇട്ടിട്ട് പോയേ. ഞാൻ എന്റെ മോനോട് പറയാറുണ്ട്, നിനക്ക് ഇതുവരെ ആയില്ലടാ, ആരും ഇല്ലേ പെൺപിള്ളേർ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ല, അവൻ എന്നെ പോലെയല്ല, കുഴിയിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടി ആരാ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. നിങ്ങൾ പോയത് വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇന്നലെ പുലിക്കളിയുടെ കൂടെ ഏതാ കാണിച്ചറിയാം? നീയൊക്കെ പുഴുവായിരുന്നപ്പോ നീ എന്താ പാല് കുടിച്ച എന്റെ മുഖത്ത് തുപ്പി അങ്ങനെയൊക്കെ പറയും. ഒരു വയസ്സിൽ ചെയ്തത് എനിക്കേ അറിയില്ല, അതല്ലേ വന്ന് ഇപ്പൊ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു. എന്ത് ചെയ്യാൻ? 8 മാസം കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ, കാരണം ഇനി ഉണ്ടല്ലോ 1.5 മാസം എന്ന് വെച്ചോ. ഈ കൊച്ചു 7.5 മാസത്തിലെ ചാടിപ്പോ ഒരു 4 വിചാരിച്ചോ? അതിന് അവിടെ ഒരു പുഴുവായിരുന്നു. വളയോസை കലകല കലവന കവിതകൾ പഠിക്കുന്നത് കുളു കുളു തെன்றൽ കാറ്റും വീസത്. അവൻ കേറാൻ പോകുമ്പോ നീല 4 റൗണ്ട് കൂടെ പോലെന്ന് എന്നിട്ട് അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയാം രജീഷ്, ശിവാംഗി കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ശിവാംഗി. ഹായ്. ശിവാംഗി ആലിയ ഭട്ടിനെ പോലെ ഉണ്ടോ ഇപ്പോ ക്യാമറയിൽ നോക്കി? അറിയില്ല. ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണോ ശിവാംഗി? ഭയങ്കര ഇഷ്ട. അപ്പൊ ഈ ക്യാമറാമാനോട് പറഞ്ഞോ ആലിയ ഭട്ടിനെ പോലെ ആക്കി തരാൻ വേണ്ടിട്ട്, ആംഗിളൊക്കെ മാറ്റിയിട്ട്? അതാ ആംഗിളൊക്കെ മാറ്റാൻ ട്രൈ ചെയ്തു, പക്ഷെ ഇന്നെന്താ ദിവസം ഇങ്ങനെയാ, ഫുൾ ഫേസും വന്ന് ഇത് ക്യാമറ ഫേസ് ആയതുകൊണ്ട് പറവാല്ലോ. പക്ഷെ ഒരു സൈഡ് ആരെ പോലെയാ അപ്പോ? ബിന്നി കൃഷ്ണകുമാറിനെ പോലെ? ഇല്ല, അതെന്താന്നറിയോ, എന്റെ ഒരു സൈഡ് ഓഫ് ദ മൂഞ്ചിരിക്കുന്നല്ലേ, അത് വന്ന് കുറച്ച് ഒരുമാതിരി നല്ല സ്ലിം ഉണ്ടാവും. ഈ സൈഡ് കുറച്ച് കവിള് ചാടിയതാ. സോ അതുകൊണ്ട് ഞാൻ എപ്പോ ഫോട്ടോ എടുക്കുമ്പോ കൂടെ ഇങ്ങനെയാ ഞാൻ കൊടുക്കുള്ളൂ, അവിടെ ഞാൻ ഇങ്ങനെയാ കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പോ ആംഗിൾ ഇങ്ങനെ ആയതുകൊണ്ട് ശരി പറവല്ലോ, ഇവിടെ തൽക്കാലം ക്ഷമിച്ചു. ക്ഷമിച്ചെങ്കിലും ശിവാംഗി ഇപ്പൊ ശിവാംഗി സ്റ്റാർ ആകുന്നത് എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ട് പാടിയത് കൂടെ കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ശ്വേത ഇവിടെ പാടിയ പാട്ട് അവിടെ വന്ന് മലയാളത്തിൽ പാടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ബിന്നി കൃഷ്ണനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എ.ആർ. റഹ്മാൻ സാറുമായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ അത്? കറക്റ്റ്. അതായത് ചെറിയ വയസ്സിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ ശ്വേത ചേച്ചിയാണോ എനിക്ക് മുമ്പേ അമ്മയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇനി ഒരിക്കലും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല.
കണ്ടിപ്പാ അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വെച്ച് അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്, അത് വരും. ശ്വേത ചേച്ചി പാടിയ പാട്ട് എനിക്കൊന്ന് ദിടീർന്ന് ഒരു ദിവസം കോൾ വന്നു. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ കോടമ്പാക്കത്തില്, പഞ്ചത്തൻ റെക്കോർഡിങ്. സോ അവിടെ പോയിട്ട് വാട്ടർ പാക്കറ്റ് ഓൾറെഡി അതൊന്ന് ഹിറ്റായിരുന്നു. വാട്ടർ പാക്കറ്റ് സോങ്ങിന്റെ മലയാളം പാടാൻ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരുന്നു. കഴിക്കുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോയി. അതെ, അന്ന് അമ്മ അപ്പാവും ഊരിലില്ല, അവര് ഒന്ന് ട്രിവാൻഡ്രത്തിൽ ഒന്ന് കച്ചേരിയിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ അവിടെ വണ്ടിയെല്ലാം പോവില്ല, ഭയങ്കര സ്മോൾ റോഡ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും സ്കൂട്ടിയിൽ പോയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. ഇത് ധനുഷ് ശരിക്കും അമ്മയുടെ ശിഷ്യനാണെന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. താങ്ക് യു. അത് അടിപൊളിയല്ലേ? അതെ. അപ്പൊ എത്ര കണക്ഷനാണ് വരുന്നത് ഈ ഒരു പടത്തില്? അതെ അതെ അതെ, എല്ലാമേ അമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഓമനെ കുഞ്ഞേ നിന്നെ, ആ പാട്ട് ഓർമ്മയുണ്ടോ ശരിക്കും പാടിയതിനെ കുറിച്ച്? ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ടാണ് ശിവാംഗിയുടെ. ഓർമ്മയുണ്ട്. എനിക്കെന്താ ഓർമ്മയുണ്ടെന്നാ, ഒരുമാതിരി ഞാൻ വീട്ടിലേതോ ചെയ്തോണ്ടിരുന്നു, എന്നെ ദിടീർന്ന് എവിടെയോ കടത്തി കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയിൽ നിർത്തിയിട്ട് മൈക്ക് മുന്നാടി നിൽക്കാൻ വയ്ക്കുന്നു. പാടെന്ന് പറയുന്നു, പാടാൻ വരുന്നില്ല. എന്നിട്ട് എന്തായിരുന്നു, ഐ തിങ്ക് അങ്ങനെ റാൻഡമാ റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാ ആ ലൈന് പഞ്ചാര ഉമ്മ തരാൻ വാ അത് വന്ന് പുറകിൽ അപ്പാവും അമ്മാവും നിന്നിട്ട് ആ പാടുന്ന്. എനിക്കെന്താ ഞാൻ ഏതോ ചെയ്തോണ്ടിരുന്നു, ദിടീർന്ന് എന്നെ ഒന്ന് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പാടുന്ന അത്. എന്നിട്ട് അത് വേറെ അങ്ങനെ പാടിയിട്ട് കുറച്ചേരം നിന്നിട്ട് പാത്താ ദിടീർന്ന് ഇക്കിളി മുട്ടി അമ്മ. എന്നിട്ട് നോക്കിയാ ചിരിച്ചു. എന്നിട്ട് റെക്കോർഡിങ് ഓവർ, വീട്ടിൽ വന്നു. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ചിരി ഓർമ്മയുണ്ടോ? ചിരി ഓർമ്മയുണ്ട്. ഇപ്പൊ കൂടെ റീസെന്റ് റീലിൽ വന്നു. അതിക്കളി മുട്ടിയാ ആ ചിരി ഇനിയും വരും. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ചിരി? ശിവാംഗിക്ക് തന്നെ അത് അനുകരിക്കാൻ പറ്റുമോ? ആഹാ, അത് ഒരുമാതിരി ഫേക്ക് ആയിട്ടുണ്ടാവും. ഭയങ്കര ജെനുവിനാണ് ശിവാംഗി എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ദേഷ്യം വരുമ്പോ ഈ ജെനുവിനിറ്റി എങ്ങനെ കാണിക്കും? ഇന്നലെ നൈറ്റ് എന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ ഇൻഫർമേഷനും എടുത്തിട്ട് പോയി. ശരി, അതാവത് ഈ രജനീഷ് ചേട്ടൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് നൈറ്റ് വന്ന് വീട് നോക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി ഇൻഫർമേഷൻ എല്ലാം വന്ന് എൻ്റെ വയലിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഇപ്പൊ അത് ഇന്റർവ്യൂവിൽ എടുത്ത് ചോദിക്കാം. ശരി, ഫൈൻ. എന്താന്നാ ഇപ്പൊ ഇങ്ങനെ ചിരി സംസാരിക്കല്ലേ, അതേമാതിരി ദേഷ്യം വന്നാന്ന് വെച്ചോ, ഈ വീട് രണ്ടായിപ്പോ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ നിന്ന് വിറയ്ക്കും. അല്ല, എന്താണെന്നറിയോ, എനിക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് വെച്ച് എന്നെ ട്രിഗർ ചെയ്താൽ ഞാൻ അവരെ മോളിൽ ഏറി ചവിട്ടി എന്നിട്ട് ഞാൻ വെളി പോകും. ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്റെ പേര് കണ്ടിപ്പാ മോശമാവും. അതുകൊണ്ട് ബിഗ് ബോസിൽ പോകണ്ട. എന്റെ வாழ்க்கைയിലെ പോലെ. ഇന്നലെ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്നെ ശിവാംഗി പറഞ്ഞു, ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല, അപ്പൊ മറ്റുള്ളവർക്ക് വിഷമാവൂലേ, അത് ഹാംഫുൾ ആവൂല, അങ്ങനെ ചിന്തിക്കൂലേ? അത് ആരുടെ അടുത്ത് ദേഷ്യം കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ ആരോ വഴിയിൽ റോട്ടിൽ പോകുന്ന പറവല്ല, അവര് എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, എന്തിനാ അവർക്കും നമുക്ക് സംബന്ധമില്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മപ്പ നമ്മൾ ഒരുമാതിരി പറഞ്ഞാൽ നോക്കോ വരൂല്ലേ? നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് അവര് അമ്മപ്പ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലെടുക്കൂല. സോ അതുകൊണ്ട് അങ്ങനെ നമ്മളാണ് പറഞ്ഞ, എനിക്കറിയില്ല അവര് മനസ്സിലെടുത്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ശിവാംഗി എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ജെനുവിനാണ്. പക്ഷേ ആ സമയത്ത് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ശിവാംഗി. കൺട്രോൾ ചെയ്യേണ്ടതില്ല. എന്തിനാ ഇപ്പോ ഈ ദേഷ്യമെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് പറ? നമ്മുടെ ഉള്ളിൽ വെച്ചാ അത് ഒരുമാതിരി നമ്മുടെ ബോഡിയിൽ എവിടെങ്കിലും പോയി സ്റ്റോറായി ക്യാൻസർ ഒരിക്കലും വരാനുള്ള വായ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഏതർ തെറപ്പി പോകുന്നത്, അല്ലെങ്കിൽ ഈ ഐസ് വാട്ടറിൽ കുളിക്കുന്നത്, എന്നിട്ട് ഈ അക്യുപഞ്ചർ അതൊക്കെ ചെയ്യുന്നത്. എന്തിനാ? നമുക്കൊരുമാതിരി വേദന വരും, വേദന വന്നിട്ട് നമ്മ മനസ്സങ്കടം വരും, മനസ്സങ്കടം വന്ന് ഡിപ്രഷൻ വരും. ഉടനെ ഡോക്ടർ എന്ത് പറയും? ഇതെല്ലാം ചെയ്യുന്ന പറയും. അതിന് ചെയ്യുന്ന പോലെ നമ്മൾ ദേഷ്യം കാട്ടിട്ട് അങ്ങനെ നിമ്മതിയെ പടുത്ത് ഉറങ്ങിയാ പോരെ. അതാണ്. അതും അമ്മപ്പായതുകൊണ്ട് ഓക്കെ ഫൈന്. തമിഴിലെ എന്റെ ഫ്രണ്ട്സ് ആരുടെ അടുത്തും നല്ല വാക്ക് ഉപയോഗിച്ച് ഞാൻ ദേഷ്യപ്പെടും. അതെ, അതപ്പം മുന്നും പിന്നും ഒന്നും നോക്കൂല. അപ്പൊ ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നത് ന്യായമായ വിഷയമായിരിക്കും. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടില്ല. ആക്ച്വലി ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പൊ ഇല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആവും. അപ്പൊ എന്റെ മോള് എന്ന് ആ ചേട്ടൻ ചിരിക്കാം,
അപ്പോൾ ഒരു കാര്യമുള്ള കാര്യത്തിലായിരിക്കും ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഇല്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനെ ഒന്ന് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതാ ആരായിരുന്നോ കൂടെ ഞാൻ ഒന്ന് സ്പെയർ ചെയ്യുകയില്ല. ഞാൻ അവരുടെ മൂല തല കയറി അടിച്ചിട്ട് എന്നിട്ട് ഈ അമ്മ അല്ല ഒന്ന് അപ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്ന പറയും. പറവല്ല, കേൾക്കട്ടെ, അവർ വരട്ടെ, എന്നെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കവളയല്ല എന്നിട്ട് ഞാൻ ഒന്ന് ഫീൽ ആവും. പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊക്കെ ഇത് ചെയ്തതിന് ശേഷം പിന്നീട് പോയിട്ട് സോറി പറയൂ ശിവാംഗി? അവരെ എന്നെ ഒന്ന് സോറി പറയും. അത് ആ കാര്യത്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് സോറി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പിന്നെ നമ്മളത് ക്ഷമിച്ചു കൊടുക്കും. ഇപ്പോ ഞാൻ ഒന്ന് തേവല്ലാതെ കോപ്പിട്ടു, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കോപ്പിട്ടത് ഞാൻ സോറി ആയിരിക്കും. അവരെന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ തിരിച്ചു പോയി പറയും. ഞാൻ തന്നെ സോറി ആക്കണ്ടേ? അതെ. ഈ വീട്ടില് സാധാരണഗതിയിൽ മാമുമായിട്ട് ക്ലാഷ് വരുന്നത് ഏത് കാര്യത്തിനാണ് കൂടുതൽ? അത് ഞാൻ അമ്മ വന്നിട്ട് പറയാം. അതെ, അമ്മ വരട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ആൾക്കാരോടൊക്കെ ക്രഷ് തോന്നുന്ന ഒരു സമയത്തും അമ്മയോടും ഒക്കെ ക്രഷ് വന്ന് പറയാറുണ്ട്. പശുവിന്റെ കേസിൽ തന്നെ ക്രഷ് ഇങ്ങനെ പുറത്ത് നിന്ന് പറയാം, നമ്മൾ സ്റ്റേജിലൊക്കെ നിന്ന് എന്നെ പറയാൻ കഴിയാന്ന് പറയുന്നത് അതൊരു കുറച്ചുകൂടെ ഗട്ട്സ് വേണ്ട ഒരു പരിപാടിയല്ലേ? അത് ഗട്ട്സ് അല്ല ആക്ച്വലി. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു മണ്ടത്തരായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആൻസർ. അത് ആരെങ്കിലും സ്റ്റേജിൽ പോയി അങ്ങനെ പറയാ? അങ്ങനെ പറഞ്ഞൂടെ? അത് ഇപ്പൊ ആലോചിക്കുമ്പോ കുറച്ച് നമുക്ക് അടക്കി വാശിരിക്കാം. എന്താ പറയണ്ട, അടക്കൊതുക്കമായിരുന്നിരിക്കാം. കുറച്ചൊന്ന് ഒളിച്ചു വെക്കണമായിരുന്നു. എന്നിട്ട് അപ്പൊ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിപ്പോയി. 20 വയസ്സ്, ഇപ്പൊ 24. നമുക്ക് വളരെ വളരെ അല്ലേ ഇത് വരുള്ളൂ. സോ മെച്ചൂരിറ്റി അതെനിക്ക് ഇപ്പഴാ വന്നേ. ഇപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് നോക്കുമ്പോ അങ്ങനെ ഫീൽ ആവുന്ന എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ആൻസർ ശരിക്കും ശിവാംഗി ഒന്നും പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ അതിനൊന്ന് ഇത് ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. ഇല്ല ഇല്ല, ആര് ഏത് പെണ്ണും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ശരിക്കും അബദ്ധം പറ്റിയത് എന്താണ്? അത് എന്താ പറയണ്ട, നമുക്ക് ഭാവിയില് ഒരു ഫ്യൂച്ചർ ഒരു ഹസ്ബൻഡ് നിന്ന് വരുമ്പോ ഈ ക്ലിപ്പിങ്ങില് വന്ന് ഇന്നൊരു 20 വർഷത്തിന് ഈ ക്ലിപ്പിങ്ങില് ഉണ്ടാകും. അപ്പൊ ആ ഹസ്ബൻഡിന് വേദനിക്കില്ലേ? അല്ല, ഇത് ക്രഷ് അല്ലേ? ക്രഷിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ക്രഷ് നമുക്ക് ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് നമ്മൾ തോന്നൂലേ? അത് വേണ്ടായിരുന്നു, ആ കാര്യം വേണ്ടായിരുന്നു. പോട്ടെ, ഇനിയുള്ള സെലിബ്രിറ്റി ക്രഷ് അപ്പൊ നമ്മൾ മറച്ചു വെക്കോ? ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ല. അയ്യേ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ സെലിബ്രിറ്റി ക്രഷ്. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ല. അല്ല, ഞങ്ങൾക്ക് ഇത് ക്രഷ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അനുഷ്ക ഷെട്ടി ആയിരുന്നു, പിന്നെ ഞങ്ങള് തൃഷ നോക്കി, അങ്ങനെ ഞങ്ങൾ ക്രഷ് വരും. എന്തിനാ വർഷാവർഷം പുതിയ പുതിയ ഹീറോയിൻ ഇൻട്രോഡ്യൂസ്. ഇപ്പൊ തമിഴ്നാട്ടില് ആരാന്നറിയോ ക്രഷ്? അമിതാഭ് ബച്ചൻ, പ്രേമലുടെ ഹിറ്റ് ആയപ്പോ മമിതയ്ക്കായി ക്രഷ്. ഇവിടെ വന്ന് ഒരു ഓപ്പണിങ്ങിന് വന്നിരുന്നു അമിതാഭ് ബച്ചൻ. അയ്യോ, നടക്കാനേ പറ്റില്ല. കുക്ക് വിത്ത് കോമലിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രൊഫൈൽ മാറ്റമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വന്നു. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഈ ഉദ്ഘാടനത്തിന് പോവാന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലേ? അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പോകും. എന്താണ് അതിന്റെ ഒരു സന്തോഷം? എന്താണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്? അവിടെ ചെല്ലുമ്പോ എല്ലാവരുടെ കണ്ണില് ഹൈ അങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും. അത് ഭയങ്കര ഇതാ. എന്നിട്ട് പുതിയൊരു കട ഓപ്പൺ ചെയ്യുമ്പോ ഒരു ഫീൽ ഇല്ലേ? നമ്മളൊരു അവർക്കൊരു ബിഗിനിങ്, നമ്മൾ അതിലൊരു പാർട്ടാണ്ട് അങ്ങനെ ആലോചിക്കുമ്പോ ഒരു സൂപ്പർ അല്ലേ? ഇന്നലെ ഞാൻ പോയത് വന്ന് ആക്ച്വലി ഒരു ഐസ്ക്രീം ഡെസേർട്ട് കടയുടെ ഉദ്ഘാടനം. എനിക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് സ്വീറ്റ് എന്ന ജീവനാ. ഞാൻ പല ദിവസം ആഗ്രഹിച്ചു എന്നെ ആരെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കോ, ഇല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പിന് എന്നെ വിളിക്കോ അങ്ങനെയെന്ന്. ഇതൊരിക്കലും ഞാൻ തുണിക്കട, സ്വർണ്ണക്കട എല്ലാം പോയിട്ടുണ്ട്. പോയിട്ട് ലെഗിങ്സ് കട എല്ലാം പോയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം കടയ്ക്ക് നമ്മൾ പോയിട്ടില്ല. ഐസ്ക്രീം കട, അതും നമ്മുടെ മലയാളികളുടെ ഐസ്ക്രീം കട. അതിവിടെ ചെന്നൈയിൽ അണ്ണാനഗറിൽ. അപ്പൊ ഒന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോ നല്ല ഗംഭീരമായി നടക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയായി. സോ ഇതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അവിടെ പോയിട്ട് എന്താ സംസാരിക്കുക ശിവാംഗി? ഇപ്പോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കടയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ഭയങ്കര ഹാപ്പി. ഈ അമ്മനെ നിങ്ങൾ ഇപ്പോഴേ എനിക്ക് അവിടെ ആക്ഷൻ കാണിക്കുന്നു. ഞങ്ങൾ ഇരുത്തും, ആ സമയത്ത് വന്നാ മതി. വെയിറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഐസ്ക്രീം കടയിൽ പോയപ്പോ ഭയങ്കര ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കടയെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. അതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ ശരി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരും. തന്നിട്ട് എനിക്ക് 10 വിധமான ഐസ്ക്രീം ഇന്നലെ തന്നു. അതാണ് ഹാപ്പിനെസ്. ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ ഈ സന്തോഷം കാണുമ്പോ നമ്മളോടൊരു ആരാധന ഉണ്ടല്ലോ, ആ ആരാധന തോന്നുമ്പോ നമുക്കൊരു കുറച്ചുകൂടെ ഒരു പ്രൗഡ് കൂടുവോ? എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നു? ഫീൽ എന്താണ്? പ്രൗഡ് കൂടുതലും ആക്ച്വലി സന്തോഷമാ കൂടുതലും. എന്തിനാ നമ്മള് ആഗ്രഹിച്ച വിഷയമല്ലേ അത്. ആക്ച്വലി ഞാൻ സൂപ്പർ സിംഗർ ചെയ്യുമ്പോ അത്ര പേർക്ക് എന്നെ അറിയില്ല. അറിയാമെങ്കിലും അത്ര മൈൻഡ് ചെയ്യില്ല. എന്തിനാ
അങ്ങനെ നോക്കിയിട്ട് പോകും. പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യുക, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് ഒരു സെൽഫി എല്ലാം എടുക്കുക അങ്ങനെയെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ താണ്ടി നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒന്ന് എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് അങ്ങനെയെന്ന്. ഒരു ഘട്ടത്തിൽ ബിന്നി കൃഷ്ണകുമാറിന്റെ മോളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിന്നി മാം തന്നെ അറിയപ്പെടുന്നത് ശിവാംഗിയുടെ അമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ശിവാംഗിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വന്നു തുടങ്ങി. ശരസാറൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ശിവാംഗിയുടെ അമ്മയാണെന്നുള്ളത്. ആ സമയത്ത് ശിവാംഗിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? ഞാനൊന്നും സംസാരിക്കാറില്ല. ഞാൻ ചെറിയ വയസ്സിലെ ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ റാറാ പാടണം அவங்க പൊണ്ണു தானே അങ്ങനെയെന്ന്. അതെന്റെ 15 വർഷമേ അങ്ങനെയാ. ഞാൻ സ്കൂൾ പാസ് ഔട്ട് ആവുന്ന വരെ അങ്ങനെയാ ഈ ഇവங்க അമ്മ தான் റാറാ പാടണാங்க അങ്ങനെയെന്ന്. എന്നിട്ട് അപ്പോഴേ ഞാൻ ചെറിയ വയസ്സിലേ പറഞ്ഞു, ഒരു ദിവസം ശിവാംഗിയുടെ അമ്മ ഞാൻ പറയാ വയ്ക്കും നോക്കോന്ന്. പക്ഷെ ഞാനല്ലേ എന്റെ അമ്മ അല്ല വിശ്വസിച്ചല്ല, ഞാൻ പാട്ട് പഠിച്ചില്ല. എന്നിട്ട് പഠിത്തം മാത്രമൊന്നുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിലും എവിടെ ആവില്ല, പാട്ടിലും എവിടെ ആവില്ല. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും, അവ ഈ കുട്ടിയില്ല എന്താവാൻ പോകുന്നു അങ്ങനെയെന്ന്. പാത്താ അങ്ങനെ നടന്നപ്പോ അമ്മ വിശ്വസിച്ചേ അല്ല, ഒരു ദിവസം ഇങ്ങനെ ആവുന്നു. അപ്പൊ അമ്മ ഇന്ന് കൂടെ കേരളത്തിലെ വന്ന് ഞാൻ പോകുമ്പോ മുമ്പെല്ലാം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ച് പേര് ഈ കുക്കു കോമാളി കണ്ടവർക്ക് അറിയാം. ഇപ്പോ അമ്മ പോയാ ഇപ്പോഴും ശിവാംഗി എങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്പേസ് ഉണ്ടായിരുന്നത്, അതും പോയി. അമ്മ അത് പറയുമ്പോ അമ്മാണ് അയ്യോ ഇപ്പൊ കേരളത്തിലാவது എനിക്ക് വന്നത് ആരെങ്കിലും പറയാ തിരിച്ച് അതേ പറയുന്നു എന്ന് പറഞ്ഞു. ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങളെ കോരി എടുത്തു ഞാൻ പറഞ്ഞില്ലേ പാട്ട് വേല ചെയ്തോണ്ട് ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയും കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര സുജാ ചേച്ചി അങ്ങനെയാണ്. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാരം അങ്ങനെ പാടിയത്. പാടിക്കേ, അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളെ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാരം ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത, അപ്പൊ ഞാൻ 2 കൈയും കൊണ്ട് ഇങ്ങനെ കിക്കിള് കൂട്ടിയപ്പോ അവള് കിക്കിള് കൂടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല, ഇപ്പഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിള് കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മള് മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞു ഇവിടെ തെറിയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറി അറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയുള്ളൂ, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. ഇല്ല ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും അത്ര. അപ്പൊ എന്റെ ചേച്ചിമാരെന്നെ വഴക്ക് പറയും. ഇപ്പൊ എന്റെ ചേച്ചിമാര് ഇത് ഞങ്ങളുടെ ഇവിടെ വരണേ, ഇവിടെ തമിഴ്നാട്ടില് ഇളനീ ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യവും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും സ്വർഗമേ என்றாலோ അത നമ്മോര പോലെ വരുമാ എന്നാ. ബിക്കോസ് ഇവിടെ മൊബൈൽ ടൈലർ വരെ ഉണ്ട്. രാവിലെ 6 തൊട്ട് പൂ വേണോ, കായ് വേണോ, ഇളനീര് വേണോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നെ ആരുണ്ട്. ചെന്നൈയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ കൂടി അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നവരാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ചിലപ്പോൾ ഫെയിലൂർ ആയി. പൂ വിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ ഇവിടെ
എഞ്ചിനീയർമാരാണ് ആ മക്കള്. ഇപ്പൊ ഞാൻ ഈ പൂ മേടിച്ച അവര് പൂ വയ്ക്കാൻ അമ്പലത്തിന്റെ അവിടെയാണ് കാറും, അവർക്ക് 2 മക്കൾക്കും കാറും 2 മക്കളും എഞ്ചിനീയറൊക്കെയാണ്. ഇവിടെ അങ്ങനെ പാവപ്പെട്ട ഒരു അതില്ല, എല്ലാവരും പൈസ ഉണ്ടാക്കി. ഇവിടെ എല്ലാ വീട്ടിലും സെർവൻസ് ഉണ്ട്, കുക്സ് ഉണ്ട്, എല്ലാം ടച്ച് വുഡ് കേട്ടോ. ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അതെ അതെ, മുക്കിന് കോവിലും ഇതൊക്കെയുണ്ട്. പിന്നെ കലാകേന്ദ്രവും അല്ലേ, കല കൂടുതലും ആണല്ലോ. അതും എല്ലാ ക്ലാസിക് കലകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ലോകത്തിൽ കൊടുക്കുന്ന ഒരു നാടാണ് ചെന്നൈ. എന്നാ കുടിച്ചോളൂ. മറ്റേ കാര്യം പറയാം. പാസംഗ സിനിമയിൽ ഇതേപോലെ തന്നെ കൃഷ്ണൻ അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അകത്ത് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് കൃഷ്ണൻ തന്നെ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കരി. അൻപാലെ അഴകാകും വീട് ആനന്ദമതർക്കുള്ളെ തേട് സ്വന്തങ്ങൾ കൈ சேரும்போது വേറൊன்றுം അതർക്കിல்லை ഈട്. ഇതിങ്ങനെ അപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം പാടി ജെയിംസ് വസന്തൻ. ഇതിൽ ഏറ്റവും വലിയൊരു വിശേഷം എന്നാന്ന് പറഞ്ഞാൽ ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഞങ്ങളുടെ ഗുരുജിയാണ് അതിന്റെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത്. സോ അവൾ അതുകൊണ്ട് ഇപ്പം പാട്ടെന്ന് പറയുമ്പോൾ ശിവാംഗി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ വന്നല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഗുരുജിയുടെ കൂടെ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. ശരിക്കും പാട്ട് അമ്മയുടെ കൂടെ പഠിക്കാത്തതിന്റെ കാരണം കാരണല്ല, ഞാൻ ഒരു മികപ്പെരിയ മടിച്ചു ഇൻ ദ വേൾഡ്. അതുകൊണ്ടാ അല്ല, പക്ഷേ മികപ്പെരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അമ്മാണ്. നമ്മുടെ നാട്ടുകാർക്ക് തമിഴ് അറിയില്ലെന്ന് അവർക്കറിയാം. നാട്ടുകാർക്ക് തമിഴ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണതിന്റെ കൂടെ നടുക്ക് ഇങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു അടി ആവണ്ട. അല്ല, ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വ്യത്യാസം അത് അങ്ങനെ ഒരു റീസൺ അല്ല. അപ്പയുടെ അടുത്ത് പഠിക്കുന്നതിന് അമ്മയുടെ അടുത്ത് പഠിച്ചാൽ ഒരു ജാലി, അത്രേ ഉള്ളൂ. അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എലി പ്രാർത്ഥിക്കണേ അറിയാവോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തന്നെ അപ്പയുടെ അടുത്ത് പോവാതെ അമ്മയുടെ അടുത്ത്. അല്ല, ഇത് ക്ലാസ്സിലെല്ലാം നടക്കൂട്ടോ. ക്ലാസ്സിൽ പടയൊക്കെ ഇങ്ങനെ കാണിക്കും. പിള്ളേരെ എല്ലാം പഠിക്കാനായിട്ട് കൊച്ചു പിള്ളേർ, പണ്ട് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പണ്ട് കൊച്ചു പീർക്കാണ്ടി പിള്ളേർ വരും പഠിക്കാനായിട്ട്, വാണ്ടുകള്. അവരെ ഇതൊക്കെ കാണിച്ച് അവര് ചിരിയോ ചിരി. അവർക്ക് പാട്ട് വേണ്ട, അവസാനം പാട്ട് അതിന്റെ സൈഡിൽ കൂടെ കയറ്റി കൊടുക്കും. അപ്പം പിള്ളേര് പഠിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആരും ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. ഞങ്ങളുടെ ഇവളുടെ പാട്ടിയുണ്ട്, അതായത് അപ്പാടെ അമ്മ പാട്ടെടുത്ത് പോയി പഠിച്ചു. രണ്ടുപേരും, ഇവളുടെ അനിയനും പാട്ടിയെടുത്ത് പാട്ടിയുടെ പിള്ളേരുടെ അടുത്ത് ഇവരായിരുന്നു ഫസ്റ്റ്. കറക്റ്റ്. ഇന്ന് നമ്മൾ അപ്പൊ പാട്ടിയുടെ കൂടെ മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഇവര് വർക്ക് എവിടെയെങ്കിലും ടൂറിന് പോകുമ്പില്ലെങ്കിൽ പാട്ടി ഞങ്ങൾ കച്ചേരിക്കാ പോണത്. ടൂർ പോണതും കച്ചേരിക്ക് പോണതും വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ പറയണം. അപ്പൊ പാട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലെ താമസമുണ്ട്. പിള്ളേരെ ഇട്ടിട്ട് ഞങ്ങൾ ടൂർ പോയി എന്ന് പറയും. പറയല്ല, എന്ത് വേണോ പറഞ്ഞട്ടാ. അപ്പൊ ഓപ്പോസിറ്റിലെ വീട്ടിലെ പാട്ടി താമസിച്ചേ. അപ്പൊ നമ്മൾ ഇവിടെ ഉറങ്ങാൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഫുൾ ടൈം അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ പാട്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമം എല്ലാമേ പഠിപ്പിച്ചു തരും. രാഗത്തില് ലളിതാ സഹസ്രനാമം കേട്ടോ ഫുള്ള് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല, ഫുൾ പഠിച്ചില്ല. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനേനാം മാണിക്യമൗളി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീണവക്ഷോരുഹാം പാണിഭ്യാം മലിപൂർണരത്നചഷകം രക്തോത്പലം വിഭ്രഹീം സൗമ്യാം രത്നകടശ്ച രക്തചരണാം ധ്യായേത് പരമംബികാം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്വാന സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാണ്ഡ്യ. ഇങ്ങനെ കുറെ. കുട്ടി നല്ല കുട്ടിയായിരുന്നു. നല്ല ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ടീച്ചറിന്റെ കുഴപ്പമാണ്. രാവിലെ തൊട്ട് നൈറ്റ് വരെ ഇങ്ങനെ ഫുൾ ക്ലാസ്. എന്തോ മഞ്ചരി അങ്ങനെ ഏതോ കുറെ ഇങ്ങനെ ശ്ലോകംസ്. അത് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്. സോ ഞാൻ ഫുള്ള് അവിടെ ഇരുന്ന് എല്ലാം കേൾക്കും. അത് കേട്ടതിന്റെ ഗുണമുണ്ട് കേട്ടോ. പക്ഷെ ഈ സ്കൂളിൽ ഒന്നും കേട്ടില്ല.
ഇവിടെ കുട്ടി ഇന്ന് വരെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ ശ്വേതയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ലേ, എന്നിട്ടും കുട്ടി ആ പഠിച്ചില്ല? ശ്വേത വരുമ്പോ ഓടി വന്ന് ചിലപ്പോ ശ്വേത പഠിക്കാൻ വരുമ്പോഴത്തേക്കും ചേച്ചി ഓടി വന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ പഠിക്കാതിരിക്കാന്ന് പറഞ്ഞു 5 മിനിറ്റിൽ ആളെ കാണാതെ. ഇവളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ ഫ്രണ്ട്സ്. അവരെല്ലാം എല്ലാരും കുറെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും ഇവള് വന്നിരിക്കും. അതെന്താ ഫ്രണ്ട്സ് എന്ന് പറയണ്ടേ? അതെന്താ ആൺകുട്ടിയാണ്? അല്ല, അത് പ്രത്യേകം പറയാം. നോട്ട് ദ പോയിന്റ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോഴാ വന്നിരിക്കും. പക്ഷെ അവിടെയും 10 മിനിറ്റ് എന്നാൽ അവരെങ്കിലും ഇരിക്കുമ്പോൾ ശരി വന്നിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ 10 മിനിറ്റ്. അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കർണാട്ടിക് മ്യൂസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പല്ലവി തന്നെ ഒരു 10-8 സംഗതികൾ. എനിക്കെന്താ ഒരേ ലൈന് എന്തിനാ ഇത്ര പാടി സംഗതി ഒരേ ലൈന് എങ്ങനെ ഇത്ര പാടി പാടുന്നേ? അതാണ് പൊറുമില്ലാത്തത്. ക്ലാസിക്കൽ പഠിക്കാൻ എനിക്ക് പൊറുമില്ല. എനിക്ക് സമ്മതമില്ല. ഒരേ ലൈൻ എന്തിനാ ഇത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നത്? പക്ഷെ അതാണ് ആ പാടുന്നതാണ്, ആ പഴയ സംഗതി എടുത്ത് പാടുന്നതാണ് നമ്മളുടെ ത്രോട്ടിന് കൊടുക്കുന്ന ഒരു കട്ടി, ആ ഒരു സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവള് പക്ഷെ ഉള്ളത് തുറന്നു പറയാനുള്ള 5 മിനിറ്റ് കൊണ്ട് പഠിക്കും. എളുപ്പം സംഗതികൾ ഇവള് ക്യാച്ച് ചെയ്യും. നല്ല ഗ്രാസ്പിംഗ് പവറാണ്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാരും പാടുന്ന നമുക്ക് ബോറടിക്കണമെന്ന്. അതുകൊണ്ടാ കുട്ടി പഠിക്കാത്തത് അല്ലേ? കുട്ടി അതുകൊണ്ടാണ്. എന്നാ തന്നെ വരുവോ? അതോ ഇപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പഠിപ്പിച്ചാന്ന്. ഇപ്പല്ലേ ടൈം ഇല്ലാന്ന് അമ്മാണ് പറഞ്ഞു. എനിക്ക് ടൈം ഇല്ല. നീ ഇല്ല. പറയുമ്പോ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അതെ, ആരെയൊക്കെ പഠിപ്പിക്കാൻ നിഷേധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. അത് അതിലേക്ക് വരാം. അതെ അതെ അതെ. ഈ ധനുഷ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് ടൈമിലാണ്? അത് ഓൺലൈന് കുറച്ച് നാളെ പഠിച്ചുള്ളൂ കേട്ടോ. കൊറോണ ടൈമില് ശ്വേത ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ധനുഷ് ചോദിക്കുന്നു, ഇങ്ങനെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഹായ് മാഡം ഞാൻ ധനുഷ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ക്ലാസ്സാണ്, അതാ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, ഒന്നും അതൊരു പ്രശ്നമില്ല. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. കറക്റ്റ് എനിക്ക് എപ്പോഴും അറിയാം. ഒരു 11 രാവിലെ ഓൺലൈനാട്ടോ, കറക്റ്റ് 11 ആകുമ്പോഴേ കറക്റ്റ് വിളിക്കും. കറക്റ്റ് 12:01 പോവില്ല. ടൈം ആച്ച് രാവിലെ മറ്റേ വിഭൂതിയെല്ലാം ഇട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കും. അവിടുന്ന് എനിക്ക് പുക കാണാം, ഇങ്ങനെ ഭസ്മവും അല്ല മറ്റേ എന്താണ് സാമ്പ്രാണി തെരുവ് ഇതെല്ലാം വച്ച്. സോ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കൊറോണ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ചിലപ്പം വരാൻ പറ്റുമോ അറിയില്ല കണ്ടിന്യൂ ചെയ്യാൻ. കാരണം US പോയി, പിന്നെ ഡൽഹിയിൽ ഹിന്ദിയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ പുള്ളി അങ്ങ് തിരക്കായി പോയി. പിന്നെ ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവളെ മറ്റേ ആ പടത്തിലെ ഒരു പാട്ട് പാടി, പക്ഷെ അത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അറിഞ്ഞിരിക്കും, ഓഫ് കോഴ്സ് അറിഞ്ഞാണ്. അത് വേറെ തിരക്കിട്ടുണ്ടാവും. അതെ, ആരാ പാടിയെന്നൊക്കെ. റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് എത്തിയിട്ടുണ്ടായിരിക്കോ ശിവാംഗിയുടെ? റഹ്മാൻ സാറിന് ഇവളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവര് പുള്ളിയെ പറഞ്ഞില്ല, അമ്മ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ പറഞ്ഞത്. ഹണി, നിങ്ങൾക്ക് ഹണി വോയിസ് എന്ന് പറഞ്ഞു. അതുപോലെ സാർ എന്തെങ്കിലും അഡ്രസ് ചെയ്ത പോരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ ഹണി ഇല്ലെങ്കിൽ ശിവാംഗിയുടെ വോയിസ് ഇട്ടാ മതിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ പറഞ്ഞോളൂ. അത്രയൊക്കെ പറഞ്ഞില്ലേ? എന്താണ് സാറിന്റെ വായിക്കാത്തത് അത്രയൊക്കെ കേൾക്കാന്ന് പറയാം. സാറ് ഞങ്ങൾ ഇപ്പൊ ഞാനും വിനീത് ശ്രീനിവാസൻ നമ്മളുടെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഇട്ടപ്പോ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ധരിച്ചു വന്നു. ഞാനത് കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ 1-2 വട്ടമൊക്കെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ശിവാംഗി പഠിക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ വിട്ട് കളയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ കുസൃതി അത്രയ്ക്കും മേലെയായിരുന്നു. അതെ അതെ, മറ്റു പിള്ളേരെ എല്ലാം എനിക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും, എന്റെ പിള്ളേരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ മറ്റേ ആൾ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ സൈലന്റ് അല്ലേ? അവൻ കുറച്ചുകൂടെ സൈലന്റ് ആണ്. പക്ഷെ അവനും പാട്ട്, അവനോട് ഞാൻ എടാ ഒരു ഇത് പഠിക്കുക, ഒരു വർണ്ണം പഠിക്കുക, വർണ്ണം ഒരു 10 വർണ്ണം ഞാൻ പാടി കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം അറിയാം. നോക്കുമ്പോൾ അവൻ അതെല്ലാം പാടുന്നു. അവനും അതെല്ലാം പാട്ടിനെടുത്ത് പഠിച്ചത് നല്ല. അതെ, ഞാൻ എന്റെ ബ്രദറാണ് പാട്ടിനെടുത്ത് പോയി പഠിച്ചേ. ഓർമ്മയുണ്ട് അവൻ അതെല്ലാം. ഞങ്ങൾ പാട്ടിരിക്കുന്നു അല്ലേ, പാട്ടി രാവിലെ എഴുപ്പി വിടും. രാവിലെ എഴുന്നേപ്പിച്ചിട്ട് പൂജ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് കുക്കിംഗ്, അതിന് വന്ന് അപ്പളം പൊരിക്കാനല്ല, പപ്പടം പൊരിക്കാനല്ല പഠിപ്പിച്ചു ഫസ്റ്റ് എനിക്ക് പാട്ടിയാ. അത് കഴിഞ്ഞിട്ട് വലിയ പഠനം പാട്ടി എനിക്ക് രസം വെക്കാൻ കൂടെ പഠിപ്പിച്ചു. രസം വെക്കാൻ പഠിക്കുന്ന വലിയ പഠനം തന്നെയാണ്. ഞങ്ങൾക്ക് രസം വെച്ച് തന്നിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോ വെച്ചോളൂ അല്ലേടാ. ഞാൻ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് ഞാൻ രസം ഉണ്ടാക്കും. രസം വെക്കാൻ പഠിച്ചു. വത്തക്കുഴമ്പ് ആർക്ക് വേണം? കണ്ടാ ഇങ്ങനെ ഇരിക്കുന്നവരെ അമ്മയ്ക്ക് ഞാൻ എന്തിനാ കുക്ക് ചെയ്ത് തരണ്ടേ? അപ്പൊ വന്ന് പാട്ടി മര്യാദക്ക് കുക്ക് ചെയ്ത് തരും.
എന്നിട്ട് ബാക്കി വന്ന് തൈര് സാധം ഉരുണ്ട ചെയ്ത് അതൊരു ഓട്ടയിട്ട് ഈ രസം എല്ലാം ഇട്ട് ഇങ്ങനെ വായിൽ ഊട്ടി തരും. തൈര് സാധത്തിൽ ഒരു ഉരുളയിൽ ഒരു ഓട്ട ഇടും, എന്നിട്ട് അതിൽ വത്തക്കുഴമ്പ് ഇങ്ങനെ ഊത്തും. എന്നിട്ട് ഓഫ് എന്നാ ടേസ്റ്റ് അറിയാമോ, സെമ്മ ടേസ്റ്റ്. ഞങ്ങളെല്ലാം കൈയോടെ ഇങ്ങനെ നിൽക്കും, ഞാന് ബ്രദറ്, ചില സമയം താത്ത കൂടെ നിൽക്കും. താത്ത എന്നിട്ട് എല്ലാരും വന്ന് പാട്ടി ഒരു രണ്ടാം നിറയെ തൈര് സാധം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓട്ടയിട്ടിട്ട് ഇങ്ങനെ ഇത് അതെല്ലാം ഒരു കാലം. നമുക്ക് വടക്കേ ഓട്ട ഇടാൻ അറിയില്ല. അത് ഈ അതായത് റീസെന്റ് ആയിട്ട് ടോപ്പ് കുക്ക് ഡൂപ്പ് കുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കും ഒരു ചലഞ്ച് തന്നു, വട ഉണ്ടാക്കാൻ. നമുക്ക് ഈ വടക്ക് ഓട്ട ഇട്ടിട്ടുള്ള അങ്ങനത്തെ നമുക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാറുമില്ലല്ലോ. എന്നിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് നീണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങനെ എല്ലാ വടയും ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അങ്ങനെയാണ് വട ഉണ്ടാക്കിയത്. നോക്കും തിരിച്ചു നല്ല സൂപ്പർ വട. എന്തിനാ ഇത് പറഞ്ഞെന്ന് പോലും അറിയാം. അതെ അതെ, അത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോട്ടെ, നമുക്കൊരു പാട്ടുകൂടെ പാടിയിട്ട്. ശിവാങ്കി, ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് ഈ രാഗവിദ്യ എന്നുള്ള രാഗരസമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ പന്തപുരാളി രാഗരസം ചെയ്തതിൽ അപ്പം ആ നേരത്തെ ഇങ്ങനെ പഠിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീർത്തനം പഠിപ്പിച്ചു കൊടുത്തു. രഘുവര ഞാപകം ഉണ്ടോ? ഞാൻ വെറുക്കാം വള്ളമ്മ രണ്ടുപേരെ. പക്ഷെ അതിൽ എത്ര സംഗതി അതിനല്ലേ പാടിക്കുക. മരവത ഗുണ രാമ രഘുവര നന്നു 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 മരവത ഗുണ. പാടിയാ മതി, ഇടയ്ക്ക് നിർത്തണ്ട. അതൊക്കെ എങ്ങനെ വരും എന്നുവെച്ചാ ഇതൊക്കെ പാടി നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ കൺഫ്യൂഷൻ വരും. അയ്യോ, എനിക്ക് പഠിപ്പിച്ച സംഗതി വേറെ, ഇപ്പൊ പാടിയത് വേറെ. അവിടെ മാറ്റി പാടിയിട്ട് മനോധർമ്മം അനുസരിച്ച് മാറ്റുകയാണ്. എന്നെ പഠിപ്പിച്ച വാക്കാണ് കേട്ടോ. എന്നെ കുറച്ച് തേർഡ് സംഗതി ആക്ച്വലി ഈ പാട്ടിന് 7-8 സംഗതി ഉണ്ട്. 7-8 സംഗതി ഉണ്ട്. അത് 3 പിരിച്ചത് നീ പറഞ്ഞില്ല. അതെ 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 അതെ, അത് കയറി പാടിയിട്ട് ചുമ്മാ ഫൗള് കളിച്ചിട്ട് നമ്മൾ എടുത്ത് പറയണ്ടേ. പിന്നെ ഇതെന്ത് കളിച്ചാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്തേനകത്ത് കൂടെ എടി രജനീഷ് വരുന്നുണ്ട്, അത് പറയാം. രജനീഷ് വരുന്നുണ്ട്. രജനീഷ് വരുന്നുണ്ട്, നമുക്ക് രഘുവര പാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര സംഗതി ഉണ്ടോ അത് വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞു. ഇനി ഒരിക്കലും അയച്ചില്ല. എന്നിട്ട് ആ കുട്ടിയെ പറ്റിച്ചതാണ്. പഠിച്ച കുട്ടി വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞത് ശരിയാണ്. അതൊരു 4 സംഗതിയിൽ ഒതുക്കാന്നാണ് ശിവാനി വിചാരിച്ചത്. ഇപ്പൊ എത്ര സംഗതിയായി? അതെ, ഇവർക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് പാടുക, എന്നിട്ട് മനോധർമ്മവും കൂടെ പാടുക, എന്നിട്ട് നമ്മളെ കുറ്റം പറയുക. നടക്കൂടാ അത്. ഇങ്ങനെ സത്യമൊക്കെ വിളിച്ചു പറയാൻ പാടില്ല. ഞാനാണെ അത് പുതുതായിട്ട് പാടും. ടീച്ചറാ, വലിയ ടീച്ചറാ. രാര പാടുന്നത് ശിവാങ്കി പാടിക്കേട്ടത് രസമുണ്ടായിരുന്നു. രാര ഒന്ന് പാടിയേ, ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാവോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയോ? ഒറിജിനൽ സിംഗറെ സപ്പോർട്ട് ചെയ്യാമോ? അത് ഞാൻ ചോദിച്ചത് ഇടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ എന്ന് നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാ. ദയവായി ട്രോളർ ഇത്. അയ്യോ, ലക്കലക്കലൊക്കെ കേട്ടില്ലെങ്കിൽ ഒരു സുഖം വരില്ല. ആ പാട്ടിന്റെ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് അതുകൂടെ കേൾക്കണമെന്ന് തോന്നും. ഈ ശിഷ്യന്മാര് ഒരുപാട് പേര്, ശിഷ്യകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോ ശ്വേത ഇപ്പോ ഈ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇളയരാജ സാറിന്റെയും മേറാമാന്റെ സാറിന്റെയൊക്കെ സ്ഥിരം ഗായികയായിട്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. കുറേ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. ആന്ധ്രയിലുണ്ട് ഗോപിക പൂർണിമ എന്നുള്ളത്, പിന്നെ ശ്വേത, കുറേ കുട്ടികള്
എൻ്റെ ശ്രേയ ജയദീപ് കൊച്ചിലെ വന്നതാ പഠിക്കാനായിട്ട്. കുറേ പേര് അങ്ങനെ ഉണ്ട്. നമ്മുടെ രഞ്ജിത്ത് ഉണ്ണി, എൻ്റെ മെഡജിമിക്ക് കമ്മൽ പാടിയ, അങ്ങനെ കുറേ ഇവിടെ തമിഴിലെ ആൾക്കാർ. റിമി 4 വർഷമാണ് കൊറോണയ്ക്ക് തുടങ്ങിയത്. റിമി ടോമി അവൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിൽ ശ്വേത എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത്. അത് കഴിഞ്ഞൊരു 7-8 വർഷം കഴിഞ്ഞാണ് അവൾ പ്ലേ ബാക്ക് സിംഗറായിട്ട് പോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്ലേ ബാക്ക് സിംഗറായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അവൾ ഒറ്റ പോക്കായിരുന്നു, ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ, കൃഷ്ണൻ വേറൊരു ബിസി, പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട് അങ്ങനെ. കാരണം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു, മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം എല്ലാ വീക്കും ഒരു 2-3 ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞു, തമിഴിലൊരു ചൊല്ലുണ്ട്, കാറ്റുള്ളമ്പോഴല്ലേ തൂറ്റാൻ പറ്റുള്ളൂ എന്ന്. തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ, മഴയ്ക്ക് പറയണതാണ്. എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല, അതിൽ ബിസി ആയിക്കോളൂ, കുഴപ്പമില്ല. കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല. എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ് അവളെ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പൊസസീവ് ആണോ എന്ന് വരെ തോന്നും ശ്വേതയുടെ പേരിൽ. എനിക്ക് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയും അതുകൊണ്ടാണ്. കാരണം അത്രയും കാലിബർ ഉണ്ടെന്നറിയാം. അതുപോലെ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ BMK ഗ്ലോബൽ അക്കാഡമി അങ്ങനെ അതെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ബാലമുരളീകൃഷ്ണ ഗുരുജിയുടെ വളരെ പെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻസ്. കൃഷ്ണനെ 7ാമത്തെ മോൻ എന്നാണ് പറഞ്ഞത്. ഗുരുജിക്ക് 6 കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പം ഓരോ കൺട്രീസിലും അവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് കുട്ടികൾ പാടുന്നവർ നമ്മുടെ സ്റ്റുഡൻസാണ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ ഇതാണ്. നമുക്ക് ഈ കുട്ടിയെയും കൂടെ കുറച്ചുകൂടെ പഠിപ്പിച്ചെടുക്കണം. എന്താണെന്നറിയാം രമേഷേ, ഇതിന്റെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നതിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും വലുത്. അതിൽ ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാനാണ്, അതായത് മനോധർമ്മ സംഗീതത്തിലേക്ക് വരാനാണ് നമ്മൾ ഈ വർണ്ണവും കീർത്തനവും ഇതെല്ലാം പഠിക്കണത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ ഒരു വീടുണ്ടാക്കുകയാണ്, നിങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടെങ്കിലാണ് യു ആർ കളക്ടിങ് ദി മെറ്റീരിയൽസ്. അതായത് ഇഷ്ടിക, ഓട്, സിമൻറ്റ്, കമ്പി, വെള്ളം, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ്, ഒരു വീടായിട്ട് വരണത്. അല്ലാണ്ട് ചുമ്മാ വീട് വരില്ലല്ലോ. അതേപോലെ ഈ വർണ്ണങ്ങൾ പഠിക്കുന്നതും സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും കീർത്തനങ്ങൾ ഇതുപോലെ സംഗതികൾ ഒക്കെ ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? കുറേ രാഗങ്ങൾ പഠിച്ച് അങ്ങനെ വരുമ്പോഴേ നമുക്ക് മനോധർമ്മത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്. അത് സാറും കൂടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുക. ഈ കുട്ടിയിലേക്ക് വേണം, മനോധർമ്മം വരണം. അതൊക്കെ അതിനു വേണ്ടിയാണ് പറയണത്. കുട്ടിക്ക് മനോധർമ്മം വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ പഠിച്ചെടുക്കും എന്നുള്ള ചാലഞ്ചാണ് ഇപ്പൊ പറഞ്ഞത്. അതവള് 5 വർഷമാ അതൊക്കെ അവള് അതായത് ഒരു രാഗത്തെ തിരിച്ചറിയണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ നമ്മള് ഒരു രാഗം, ഇപ്പം ചക്രവാകം എടുത്തു, അതിലെ മധ്യമം മാറ്റിയാൽ എന്ത് രാഗം വരും? സരി ഗ പധ നി സ സ നി ദ പ ഗ രി സ. ഇത് മലയമാരുതമാണ്. സരി ഗ മ പധ നി സ സ നി ദ പ മ ഗ രി സ. അതാണ് ചക്രവാകം. മധ്യമം കട്ട് ചെയ്താൽ സരി ഗ പധ നി, മലയമാരുതമായി. പുലർക്കാല സുന്ദര, അതിൻ്റെയൊക്കെ രാഗം. എന്ന ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ നിഷാദം കട്ട് ചെയ്ത ഏത് രാഗമായി? സരി ഗ പധ സ സ ദ പ ഗ രി സ. രസികരഞ്ജിനിയായി. സിന്ദൂരം പെയ്തിറങ്ങി, അതൊക്കെ രസികരഞ്ജിനി രാഗത്തിൻ്റെ ബേസാണ്. അപ്പം ഈ ഒരു രാഗത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ നോട്ട് മാറി മാറി വന്നു കഴിഞ്ഞാൽ, ഇനി പാ മാറ്റിയാലോ? സരി ഗ മ ധ നി സ സ നി ദ മ ഗ രി സ. ഞാൻ പറഞ്ഞ ചക്രവാകത്തിൻ്റെ ആ പഞ്ചമ മാറ്റിയാൽ ഭുജങ്കിണി എന്നൊരു രാഗമായി. അപ്പം നോക്കൂ, ഒരു രാഗത്തിൽ നിന്ന് എത്ര രാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഈ അറിവ് വരണമെങ്കിൽ നമ്മൾ അതിനെ ചിട്ടയായിട്ട് തന്നെ പഠിക്കണം. ദിടീന്ന് ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാക്ടീസ് വേണം. കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ദൈവം തന്നിരിക്കുന്ന ലോകത്തിലെ ഇത്രയും ഒരു മനോഹരമായ ഒരു അറിവിൻ്റെ നിറകുടമാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. ഈ ചക്രവാകത്തിൻ്റെ ഹിന്ദിയിൽ, നോർത്ത് ഇന്ത്യയിൽ അതിനെ ഒരു ആഹിർ ഭൈരവ്. കാരണം പാടുന്നതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ, ആരോഹണം സെയിം ആണ്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ
അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചുമ്മാ അങ്ങനെ അത് ആ പാട്ടിലെ ആ രാഗങ്ങളിലെയും കീർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും പരിപാടി ഉണ്ട്. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു, രജനീഷുമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു. അടുത്തത് ഇത് ഓക്കെ, ഇത് ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ ഇതിൽ ഒരു വേർഷനും കൂടെ ഉണ്ട്. ആ വേർഷൻ പറയട്ടെ. ഇനി ശിവാംഗിയുടെ അഭിപ്രായം പറയൂ ഇതിനകത്ത്. എവിടെയാ, എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കേട്ടോണ്ടിരിക്കായിരുന്നു. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അഭിപ്രായം നല്ലത് തന്നെ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു സംഗതി പറയൂ. അല്ല, ഇതിപ്പോ നമ്മൾ കർണാടക സംഗീതം പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അഭ്യസിക്കുന്നില്ല. പഠിക്കുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ എന്താ ശിവാംഗിയുടെ മനസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ലെസൺസ് ഒക്കെ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, നമ്മൾ ചില വെസ്റ്റേൺ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര സംഗീതം പക്ഷേ എന്താ നമ്മൾ ഒന്ന് വെസ്റ്റേൺ അതൊക്കെ പഠിച്ചാലും പ്രിവെയിൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ മ്യൂസിക് ഡെഫിനറ്റ്ലി പ്രിവെയിൽ ആവും. എന്തിനാ നമ്മുടെ തലയൂർ വാഴക്കെ ഒരു വട്ടം അങ്ങനെയൊന്നും അറിയില്ലേ, ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ മേ ബി ആഫ്റ്റർ 5 to 10 years തിരിച്ചു ഇതില് വരും ഡെഫിനറ്റ്ലി. അപ്പൊ വരുമ്പോ നമുക്ക് അനുകരിക്കണം. അതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പോഴത്തേക്ക് പഠിച്ചെടുക്കുമെന്നാണ് കുട്ടി പറയണേ. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അവള് നല്ല ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ഉള്ള ടച്ച് വുഡ് കുട്ടിയാണ്. കണ്ടോ യൂണിവേഴ്സ് അതാണ് കണ്ടു ഇനി എല്ലാവരുടെ ഫോണും സൈലന്റ്. അതാ പറയുന്നേ. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ദിടീന്ന് ഫോണിൽ നിന്ന് ഒരു ടിങ് അങ്ങനെ മെസ്സേജ് തന്നാൽ അക്കോർഡിംഗ് ടു മീ ഓക്കെ യൂണിവേഴ്സ് ബദൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒരു 11122233 അങ്ങനെ ഒരു നമ്പർ കണ്ടാ. ഇപ്പൊ കണ്ടാ തമ്പുരുവേ അടിച്ചു. അതെന്റെ കൈ കൊണ്ടതാ. അമ്മ വീട്ടിനെ തൊടാൻ പോയി, പക്ഷെ അവിടെ ഇത് ഇതിന്റെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് ഇച്ചിരി കൂടെ വളർന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതുപോട്ടെ. ഈ ക്രഷിന്റെ കാര്യം തുറന്നു പറയുന്ന സമയത്ത് എങ്ങനെയാ അത് മാനേജ് ചെയ്തേ? എന്തായിരുന്നു മനസ്സിനകത്ത് പൊക്കോണ്ടത്? എനിക്ക് വലിയ സന്തോഷമായി പോയി. കാരണം എന്താന്ന് വെച്ചാ അതെ അമ്മ വിചാരിച്ചു അമ്മയെ പോലെ തന്നെ ഞാനും ഒരു പൊട്ടിയാന്ന്. അയ്യേ, അങ്ങനെയൊന്നും പറയില്ല ശിവാംഗി. അമ്മ ഞാൻ പൊട്ടിയൊന്നുമല്ല. അമ്മ പൊട്ടിയല്ല ആക്ച്വലി. അമ്മ വന്ന് ഇവളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്താ എന്റെ എല്ലാം പോകും. അമ്മ പൊട്ടിയല്ല, അമ്മാണ് ഇരിക്കുന്നത് അറിവ് ജാസ്തി ഉള്ളത്. പക്ഷെ പൊതുവാഴ്ചയെ പറ്റി അറിയില്ല. ആക്ച്വലി എനിക്ക് പൊതുവാഴിക്കയെ കുറിച്ച് അറിയാവുന്ന, അതുകൊണ്ടാണ് ഞാൻ വാഴക്കയുടെ നിന്റെ കൃഷിയൊക്കെ ഞാൻ ഈസി ആയിട്ട് എടുക്കുന്നത്. അത് വിവരമുള്ളവർക്കേ പറ്റുള്ളൂ, പൊട്ടില്ല. അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അതിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരു കൊച്ചി സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ അല്ല, അതെങ്ങനെ ഡീൽ ചെയ്തേ? ഇപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ വരുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ശിവാംഗി എങ്ങനെ? ഞാൻ ദേഷ്യമേ പെട്ടിട്ടില്ല. ഞങ്ങൾ സമ്മതിക്കില്ല, നമ്മൾ സമ്മതിക്കില്ല, ഞങ്ങൾക്കറിയാം. അത് ഇതിന്റെ കൃഷിന്റെ പേരിലല്ല, വേറൊരു പേരിൽ ഫൈറ്റ് ആയപ്പോ ഞാൻ ഭയങ്കരമാ കത്തി. നീ എന്റെ പേര് സോറി ചോദിച്ചോ? പിന്നെ നിന്റെ പേര് തെറ്റില്ലായിരിക്കാം, പക്ഷെ നീ കത്തിയ കത്തൽ എന്ന് പറഞ്ഞാൽ എന്താ സൗണ്ട്, ഈ ഫ്ലാറ്റ് മുഴുവൻ കേട്ടു. ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ഫ്ലാറ്റ് മുഴുവൻ കേൾപ്പിക്കുന്നേ എന്ന് പറഞ്ഞു. ഞാൻ ഒരു പോയിന്റ് പറയാൻ വരുമ്പോ അമ്മ വന്ന് കൊറേ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും നിറയെ എപ്പോമേ. എന്താന്നാ എന്തെങ്കിലും പറഞ്ഞ പിന്നെ നീ വലിയ ഇവളല്ലേ അങ്ങനെയെന്ന് പറയും അഗൈന്. എന്നിട്ട് ഞാൻ പറഞ്ഞ നിന്റെ ആ ക്രഷ് മാറിയില്ലേ, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. എന്ന് പറയാ ഈ ഒച്ച കേൾക്കുമ്പോ ഞാൻ പറഞ്ഞ ഓ രക്ഷപ്പെട്ടു, അവൻ ഓടി എന്ന് പറഞ്ഞ് നിന്റെ ഈ ശബ്ദം കേട്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ ഫീൽ ചെയ്തു. ഇങ്ങനെയല്ല ആരെങ്കിലും ട്രിഗർ ചെയ്യോ? ഞാൻ പറയുന്ന പോയിന്റ് എല്ലാം റൈറ്റ് പോയിന്റ്സ്. ഞാൻ എനിക്കാകെ വേണ്ടി അവിടെ നിന്ന് ഞാൻ വാതാടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലേ അവൻ നിന്നെ ഇട്ടിട്ട് പോയെന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്റെ മുകളിൽ തെറ്റില്ല, അവനാണ് ഇട്ടിട്ട് പോയേ. എന്താ പറയണേ എന്റെ അമ്മയും ഇതൊക്കെ. എന്നിട്ട് ഏതോ അമ്മ വലിയ ഞാനിയോ യോഗിയും വരികയോ അവിടെ വന്നിരുന്നിട്ട് ഞാനെല്ലാം ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കാറില്ല അങ്ങനെയൊന്നും ഒന്ന് പറയും. പക്ഷെ അമ്മ ദേഷ്യപ്പെടുമ്പോ അമ്മ ഇതേപോലെ തന്നെയാ. അല്ല, ആ സ്പേസിൽ അത് കൂളായിട്ട് കൈകാര്യം ചെയ്തു തോന്നിയതാ.
പക്ഷെ തോന്നിയെങ്കിലും അത് കൂളായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം അയാളെ ട്രിഗർ ചെയ്യുന്ന പല പോയിന്റ്സും പറഞ്ഞു. അത്രയും ദേഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് എനിക്കൊന്നും കിട്ടിയില്ല അപ്പൊ പറയാൻ. അതൊക്കെ ഇത് സംഭവിച്ചു, ഇതൊക്കെ ഇത് ഞങ്ങൾ സംഭവിച്ചു ഇല്ലടാ. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. അതും അപ്പായോട് വഴക്കോടണം. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പൊ നമ്മുടെ മണിമേഖല ഉണ്ടല്ലോ, കുക്ക് മണിമേഖല ഉടനെ അഴ ആരംഭിച്ചു, കരയാൻ തുടങ്ങി. മണിമേല അയ്യോ ശിവാങ്കി ഇങ്ങനെ കത്തുന്നല്ലോ എന്ന് പറഞ്ഞു. മണിയൊക്കെ എനിക്ക് സപ്പോർട്ട്. ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് നമ്മ അങ്ങനെ പറഞ്ഞു. അമ്പടി അങ്ങനെ പറഞ്ഞോ, അവളൊന്ന് വരട്ടെ. കൊട്ടേഷൻ ഉണ്ട് അല്ല. എന്നിട്ട് ഒടുവിൽ എങ്ങനെയാ ഇത് ഈ മനസ്സിനകത്ത് പരിഹരിക്കപ്പെട്ടെ? അയാളുമായിട്ട് അത് ഓക്കെ. ഞാൻ അതിനൊന്നും ഇങ്ങനെ സീരിയസ് കൊടുക്കാറില്ല. ഇങ്ങനെ ഇപ്പം ക്രഷ് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും. കാരണം ഒരു ലൈഫാണ് മാത്രം കണ്ടോ മാത്രമേ കണ്ടോളൂ. ആരെങ്കിലും പിന്നെ വേറെ മാതിരി നോക്കൂ. അല്ല കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തോ എന്ന് വിചാരിച്ചോ? അങ്ങനെ എടുത്തില്ല. ഇവളല്ലേ ആള്. ഇത് പ്രശ്നമാണ്. ഇതാണ് ട്രിഗർ ചെയ്യുന്നത്. ഇതാണ് ഇത് പ്രശ്നമാണ്. അല്ല അത് ഇപ്പൊ കൂടെ പാട്ട് പഠിക്കാൻ ഇവളുടെ കൂട്ടുകാർ ആൺപിള്ളേരുന്നു. എനിക്ക് പെൺപിള്ളേരും കൂട്ടൻ. ഇനി ഒരു കാര്യം പറയാം. ഞാൻ ആൺപിള്ളേര് സൗഹൃദം വെക്കുന്നതിൽ ഞാൻ ആക്ച്വലി സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഏതെങ്കിലും പെൺപിള്ളേരാണ്, അത് പ്രശ്നമല്ലേ. അതിനൊന്നും ഇങ്ങനെ അമ്മ പറയുന്നില്ല കുത്തി കാണിക്കുന്ന മതി. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇപ്പം എനിക്ക് വളരെ കുറവാണ്. അധികം ആരും എന്നെ ഇങ്ങനെ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താണെന്ന് ഞാനും ആലോചിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാറില്ല. പക്ഷേ ആൺപിള്ളേർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ്, അവർ ആ ഒരു ഇതൊന്നും കാണാറില്ല. അവർക്ക് ഒരു സ്നേഹം കാണാറില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ ശിവാങ്കി അങ്ങനെ എനിക്കത് ഞാൻ ഇവിടെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഭയങ്കര കൂട്ടാണ്. ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര കൂട്ടാണ് അവരെല്ലാവരുമായിട്ട്. ഞാനും പെമ്പിള്ളേരുമായിട്ട് നമുക്ക് കുറേ ഒരു 6-7 അംഗ സംഘം പെമ്പിള്ളേരും ഉണ്ട്. അവരും ഇവിടെ ഒന്നും എല്ലാം ഞാൻ ഭയങ്കര കൂട്ടാണ് അവരോട്. ചോദിച്ചു നോക്കോളൂ. ഞാനും അതിലൊരാളായിട്ട് മാറും. പക്ഷെ ചെന്നൈ നഗരത്തിൽ കുറച്ച് നമ്മളൊരു മലയാളി മനസ്സുണ്ടാവും. അപ്പൊ ശിവാങ്കി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശിവാങ്കി ഇവിടെ നന്നായിട്ട് പരിചയമുള്ള ഒരാളും കൂടെയാണ്. പക്ഷെ അങ്ങനെ ഒരു അമ്മ മനസ്സ് ഒക്കെ അങ്ങനെ കാത്തിരിക്കുവോ? എന്താണ് അവസ്ഥ? അത് ഇറിറ്റേറ്റ് ചെയ്യോ ശിവാങ്കി? അല്ല ഇത് ശിവാങ്കി ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. അത് പെൺപിള്ളേരുടെ കൂടെയാണ്. കുറെ ഒരു 6-7 പേരുണ്ട്. അവരെന്നെ വിളിക്കും, അവരെല്ലാരും വിളിക്കും. വിളിച്ചിട്ട് അതിന്റെ കൂടെ ആൺപിള്ളേരുണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ തമിഴ് കുട്ടികൾ ആൺപിള്ളേരാണേലും എല്ലാവരും ഇവിടെ കുറച്ചുകൂടെ മര്യാദ കൂടുതലുണ്ട്. ഞാനത് എനിക്കങ്ങനെ തോന്നാറ്. ആ സമയത്ത് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യോ? ഇല്ല. വിളിക്കോ? ഫോൺ ചെയ്യോ? വിട്ടേക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിലും അറിയാം, സേഫ് ആയിട്ട് കൊണ്ടുപോയി തരും. 11:30 മേലെ അങ്ങനെ ലേറ്റ് ആവാറില്ല. ഞാൻ 10 മണിക്ക് ഇന്നലെ കൂടെ ഞാൻ 10 മണിക്ക് അതിന് മുമ്പ് മിനിങ്ങാന്ന് 11:30. ഇന്നലെ 10 മണി കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോ 10 മണിയായിരുന്നു. അപ്പൊ ശിവാങ്കി എത്തിയിട്ടില്ല. പിന്നെ സിനിമ കാണാൻ പോകും ഫ്രണ്ട്സുമായിട്ട്. അതൊക്കെ ഞാൻ വിടും. പിന്നെ എന്റെ മോനോടെ 10 മണി ഇത് പറയുമ്പോഴത്തേക്ക് വിചാരിക്കും 10 മണിയായാലും 12 മണിയായാലും ഒക്കെ സെയിം ആണ്. അത് ടൈം മാത്രമാണ്. അതെ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ പിന്നെ പൊതുവെ സ്ത്രീകളെ എല്ലാരും അമ്മ. ഇപ്പൊ വഴി കൂടി ഇപ്പൊ ഒരു ട്രാഫിക് ഒരു പോലീസുകാരാണല്ലോ അമ്മ അങ്ങനെ വിളിച്ച ഇവിടെ പൊതുവെ സ്ത്രീകളെന്ന് പറഞ്ഞ ഒരു അമ്മ ഇതായിട്ട് അങ്ങനെയാണ്. അവർ കൊച്ചു കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാരെ വരെ അമ്മ എന്ന് വിളിക്കുന്നത്. ചെറിയ കുട്ടികൾ പറയുമ്പം അമ്മ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പൊതുവെ കുറച്ച് ബഹുമാനം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാനൊക്കെ പണ്ട് സ്റ്റുഡിയോയിലൊക്കെ പാടാനൊക്കെ പോകുമ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടർ എല്ലാവരും വണക്കം അമ്മ വാങ്ങോ. ഒരുപാട് ചിലപ്പോൾ വലിയ മ്യൂസിക് ഡയറക്ടറായിരിക്കും. അവരൊക്കെ വന്ന് ഞാനല്ലേ വൃന്ദന് എന്നെ ഇത്രയും ഒരു ബഹുമാനിക്കുന്ന ആ ഒരു ഇത്. പ്രത്യേകിച്ച് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ അതിൻ്റെ ഒരു ബഹുമാനം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം എന്നെ ചോദിച്ചാൽ ഈ ഫീൽഡ് വളരെ നല്ലതാണെന്ന് ഞാൻ പറയും. അതെൻ്റെ അനുഭവം. നല്ല എല്ലാവരും ബഹുമാനിക്കുന്ന നല്ല ഒരു ഫീൽഡ് അങ്ങനെ തോന്നും. ശിവാങ്കി ശ്രദ്ധിക്കാറുണ്ടോ എന്നറിഞ്ഞൂടാ, മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കുറെ സംഗതികൾ നടക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്താ തോന്നിയത്? നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വരണമെന്ന് ആണ് എനിക്ക് തോന്നിയത്. ഓൾസോ நிறைய பேர் இப்போ இவட எல்லாம் മലയാളികൾക്ക് മലയാള ഇൻഡസ്ട്രിയിൽ അതാ அப்படிலாம் നടക്കുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ നടക്കുന്നുണ്ട്. സോ എന്നെ പൊറുത്ത വரைக்கும் മലയാളീസ് വെരി ബോൾഡ് മൂവ്, അമേസിങ് മൂവ്. ഇപ്പൊ എല്ലാരും ധൈര്യമാ വന്ന് പറയാം. അതിനൊന്നും ഫാൾസ് കേസസും നിറയെ വരുന്നുണ്ട്. സോ അതുമേ വന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായ ഒരു തീരുമാനം കൊടുക്കണം ബോത്ത് സൈഡ്സ്. ഏത് ട്രൂത്തോ അതിന് നല്ല തീരുമാനം കൊടുക്കണം. സോ അത് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ പരവായില്ലപ്പാ
ഫസ്റ്റ് കേരള ഇൻഡസ്ട്രിയാണ് എല്ലാം നിറയെ ഫസ്റ്റ് അവരാ ചെയ്യുന്നത് ആക്ച്വലി. സോ ഈ ഹേമ കമ്മിറ്റി ആയിരിക്കട്ടെ, കമ്മിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് അതുമായിരിക്കട്ടെ, എല്ലാമേ ഫസ്റ്റ് അവിടുന്ന് തുടങ്ങിയത്. സോ തുടങ്ങുമ്പോ നോക്കുമ്പോ വാവ് നൈസ്, ഇവിടെയും അങ്ങനെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇങ്ങനെയൊരു സംഭവം വന്നാൽ ആർക്കാണോ ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് അങ്ങനെ ഒരു കഷ്ടം വന്നെങ്കിൽ അവർ ഒരു വലിയ പാട്ടാകാതെ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുക. ഇനിയുള്ള ഇതാണല്ലോ ആരുടെ കയ്യിൽ നിന്നാണോ വരുന്നത് അവർ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനോ അമ്മയോടും വൈഫിനോടും ഇങ്ങനെ നിങ്ങളുടെ ഒരു പെരുമാറി കൂടെ നമുക്ക് തുണയ്ക്ക് 2-3 വരെ വിളിച്ചുകൊണ്ട് പോവുക. കാരണം എല്ലാ മനുഷ്യരും എപ്പോഴും മോശമല്ല. അവരെ നന്നാവാനുള്ള ഒരു സന്ദർഭം ഒരാൾ കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ്. വലിയൊരു ന്യൂസ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ചിലപ്പോൾ മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നീ ചെയ്തത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്കും ഇങ്ങനെ ഇതുണ്ട്, അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഒരു കേസ് ഒരു ഇത് പിന്നെ മാധ്യമങ്ങൾ ഒരുപാട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതത്രയുമില്ല, മലന്ന് കിടന്ന് തുപ്പല്ലേ, ഇത് ലോകം മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കല്ലേ അതിന്റെ ഒരു മോശം? അതുമില്ലേ? മോശമല്ല, മോശം ഡെഫിനറ്റ് എന്നെ പുറത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി മോശമല്ല. അവർ ഇപ്പൊ ചെയ്തത് സൂപ്പർ വിഷയം. ഇല്ല, അതിന്റെ കൂടെ കുറെ പേര് കള്ളമായിട്ട് വരുന്നില്ല. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, അത് വേറെ ചർച്ചയല്ലേ വേണ്ടത്. സ്ത്രീകള് ഇതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് സ്ത്രീകളും അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല, കൂട്ടി പറയാൻ പാടില്ല. അവരെ അത് ഇത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു കേസ് ഇപ്പൊ അറിയാം ഫേക്ക് ആയിരുന്നു എന്ന്. അതൊക്കെ അവരുടെ വീട്ടില് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതും കൂടി ആലോചിക്കണം. അതല്ലാതെ നമുക്ക് പറ്റില്ലെങ്കിൽ നേരെ അത് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ ആ ഒരു ഇത്. പക്ഷെ പിന്നീട് അവരെ അതിന്റെ പ്രതികാരം തീർക്കാൻ വരരുത്. അവിടെയാണല്ലോ പ്രശ്നം. എന്താണല്ലേ ഇതൊക്കെ. കല എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ നമുക്ക് അനുഭവിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 20 വർഷമായിട്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനൊരു പ്ലേബാക്ക് സിംഗർ, ഒരു 70-75 ഫിലിമിലെ ഞാൻ പാടിയിട്ടുള്ളെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത ഫീൽഡ് വളരെ നല്ലതാണ്. എൻ്റെ അനുഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ ചെയ്യുന്നത് സൂപ്പർ മാറ്റർ. അല്ല, അതിന് അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറയണത്, നമ്മുടെ അനുഭവത്തെ പറഞ്ഞു. നിനക്കുള്ള നല്ല അനുഭവം അല്ലേ? ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, 4-5 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും വാങ്കോ അല്ല, ആ ഒരു ഇത് വേറെ. ഞാൻ ശിവകാർത്തികേയൻ ഫുള്ള് ഞാനാണ് പോയത്. നീ പറയൂ, ഞാൻ പറയാം. ഞാൻ പോയ എൻവിറോൺമെന്റ് എല്ലാമേ വന്ന് ഒരുമാതിരി ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് ഇവിടെ. അതായത് ഒരു കാര്യം പറയണം, ശിവകാർത്തികേയൻ്റെ ഡോണിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചിലപ്പം എന്നിട്ട് കാരവണിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും. കാരണം എല്ലാം കുറെ അണ്ണന്മാർ ഇവിടെ അന്ന് അണ്ണേ ഏതാ അണ്ണൻ കുറെ അണ്ണന്മാരുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും പാപ്പ, പിന്നെ ചെല്ലം, തങ്കം, ശിവാങ്കി തങ്കം, ഇങ്ങനെയാണ് കുറേ ചേട്ടന്മാർ സെറ്റ് ഉണ്ട് കേട്ടോ. പയ്യന്മാരെ ആണുങ്ങളെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് നടുക്ക് കാണും. ശിവകാർത്തികേയൻ തൊട്ട് എല്ലാവരും ഫ്രീ ടൈമിലല്ല ഇവളുടെ മോണോ ആക്ട് മിമിക്രിയും തമാശയൊക്കെയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, സോ എന്താന്നാ ഈ ശിവാനോടെ പ്രൊഡക്ഷനിലാ ഫസ്റ്റ് ചെയ്ത SK പ്രൊഡക്ഷൻസ്. എല്ലാവർക്കും ഒരു പേടി, അയ്യോ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയെന്ന്. പക്ഷേ ശിവാനോടെ പ്രൊഡക്ഷൻ ആയിരുന്നു ഇപ്പൊ പറഞ്ഞേ. ഇപ്പൊ കൂടെ റീസെന്റ് അവരെല്ലാം കണ്ടപ്പോ എന്താന്നാ എല്ലാ ആർട്ടിസ്റ്റിനും അത്ര ഭയങ്കരമായിട്ടാണ് ഗവനിച്ചത്, നോക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാ ഒന്ന് വേണം അങ്ങനെ ദൂരെ പോയി എല്ലാം വാങ്ങിട്ട് വരും. വാങ്ങിട്ട് വന്നിട്ട് എന്നപ്പാ തങ്ങച്ചി ഓക്കെ വാ എന്നെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുമേ. സോ അതെല്ലാം വന്ന് ഞാൻ അങ്ങനെയാ വന്ന് ഇതായത്. എനിക്കിത് അറ്റ് ദ സെയിം ടൈം എന്നെ പോലെ എല്ലാവർക്കും അനുഭവിക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ല. സോ അവരെമാതിരി ആൾക്കാർക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഐ ഓപ്പണിംഗ്. ഇതും കൂടെ പറയണം. ഒരു ദിവസം ഞാൻ ഷൂട്ടിങ് ഞാൻ കാരവണിലും ചെന്ന് മയങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവളുടെ അവിടെ സംസാരം കേൾക്കാം, കീ എന്ന് കേൾക്കാം. ഇവരെല്ലാം ചിരിക്കുക, വട്ടത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകളും ശിവകാർത്തികേയൻ, ഹീറോയിൻ്റെ പേര് പ്രിയങ്ക, എല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ഉടനെ ശിവകാർത്തികേയൻ ചാടി എഴുന്നേറ്റ് വാങ്ങുമാമെന്ന്. അപ്പം ഞാൻ ഇത്രയും നേരം കിടക്കുകയും ചെയ്തിട്ട് ഞാൻ നിന്നു. എനിക്ക് ചെയർ ഇട്ടതെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ശിവകാർത്തികേയൻ നിന്നുകൊണ്ട് എന്നെ ഇരിക്കുക അടുത്ത്. നീങ്ക ഉക്കാരുങ്കോ ഇല്ല നീങ്ക ഉക്കാരുങ്കോ ഇല്ലില്ല ഞാൻ ഇവളോ നേരം ഉക്കാണ്ടതിനാലതാ ഞാൻ നിന്നിട്ടിരിക്കുക, നീങ്ക ഉക്കാരുങ്കോ. ഞാൻ ഇരിക്കാതെ ആ പുള്ളി ഇരുന്നില്ല. അതായത് ഇവളൊരു അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മയായിട്ട് കരുതിയാൽ മതി. പക്ഷെ
ഇല്ല എന്ന് പറഞ്ഞ അത്രയും നേരം അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞാൽ ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത്. ഇത് പിന്നെ ഞാൻ അങ്ങ് ഇരുന്നു. അപ്പം അദ്ദേഹം ഇരുന്നു. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ ഇരുന്നോളാൻ പറഞ്ഞു, അവരൊക്കെ ഇരുന്നു. അദ്ദേഹം നിന്നുകൊണ്ട് എന്തിനാ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു ചില കാര്യങ്ങളിലൊക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ വേണ്ടി വന്നു. അത് സ്കിപ്പ് ചെയ്താല് ഈ ഇടയ്ക്ക് അമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ട് കമ്മലൊക്കെ ഇട്ട് പഴയ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് പിങ്ക് ഷോളൊക്കെ ഇട്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് പതിവില്ലാതെ കമ്മലൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ടിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ പോലെ ആയി മാറുമല്ലേ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട്? ഇല്ലല്ല, ആക്ച്വലി ഞാൻ ഒരു മിനിമലിസ്റ്റ് ഡെഫിനറ്റ്ലി. സോ അങ്ങനെ ഇരിക്കുമ്പോ അത് ഇപ്പൊ ഓൾസോ ഇത് ഓണം കണ്ട ഈ ചുരിദാറിൽ ഇരിക്കുന്ന ടൈപ്പ് ഇല്ല. ഇന്നലെ ഈ ഇന്റർവ്യൂക്ക് വേണ്ടി വാടക എടുത്തത് ഈ ചുരിദാറ്. ഒരു മിനിറ്റ്, ഇതാ ഞാൻ ഇവളും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല ഒരു അല്ല, മിനിറ്റ്, ഞാനും സ്ട്രൈറ്റ് ഒക്കെ തന്നെ. പക്ഷെ വാടക എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി. ഇപ്പൊ നമ്മളമാരി ആൾക്കാര് വന്ന് ഇപ്പൊ ഈ ഡ്രസ്സ് ഇനി ഞാൻ വേറെ ഇടാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി രജനീസ് ചേട്ടാ വന്ന് ഫുള്ള് വീഡിയോ ഇടും. അപ്പൊ ഇതിന്റെ ഒരു വട്ടിയിട്ട് എന്താ ഡെഫിനറ്റ് സസ്റ്റൈനബിലിറ്റിയും കരുതി ഇന്നൊരു ഫാക്ടർ അതൊരു ഇത് ഓക്കെ. അപ്പോ നമ്മളമാരി ആളുകളില്ല ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ആര് കൊടുക്കുന്നോ അവരെ വന്ന് കൊളാബറേഷൻ ഇട്ടിട്ട് തിരിച്ച് ഈ ഡ്രസ്സ് കൊടുക്കും. അപ്പൊ ഇഷ്ടത്തിന് ഞാൻ ഡിഫറെന്റ് അപ്പൊ ഇത് അഗൈൻ ദിസ് ഇസ് ഓൾസോ അനദർ ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഒന്ന് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എന്തിനാ വന്ന് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. എനിക്ക് പല ആൾക്കാരെ എന്നോട് സ്പോൺസർ ചെയ്യാം, ജ്വല്ലൽസ് ഇതെല്ലാം ഞാൻ ആരെ അനുവദിക്കില്ല. എൻ്റെ സ്വന്തം ഡ്രസ്സുകളല്ല. പട്ടുസാരി ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് പട്ടുസാരി. കാരണം ഇപ്പം സ്വർണ്ണമുണ്ട് പട്ടുസാരിയിൽ 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം ഒക്കെയുള്ള പട്ടുസാരി ഉണ്ട്. എനിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ ഞാനത് ഓണായിട്ട് എൻ്റെ അതാകുമ്പോൾ എനിക്കത് സ്വന്തം എൻ്റെ സ്വന്തം എല്ലാം ഞാൻ ഇടുന്നത്. അതുപോലെ കമ്മലും മാലൊന്നും വയ്ക്കാൻ ഇവിടെ ഇടവില്ല. പുതിയ വീട്ടിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അറകളിങ്ങനെ. പക്ഷേ അത് എത്ര വാങ്ങി വെക്കും? പക്ഷെ ഇവക്ക് അതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇത് ആർട്ടിഫിഷ്യൽ ജ്വൽസിന്റെ കാര്യാട്ടോ. അതൊക്കെ എന്റെ അമ്മയുടെ എന്നിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കും. അല്ല, അത് ശരിക്കും ഈ കമ്മല് ശരിക്കും ഇന്ന് ഒഴിവാക്കുമായിരുന്നു അല്ലേ? ഓണം ആയതുകൊണ്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ആവുമ്പോ കമ്മൽ അതാണ്. പക്ഷെ ഈ അമ്മ ഒന്ന് ഇതില്ല, എന്താ പറയണ്ടേ, അനുവദിക്കൂല. എന്തിനാ അമ്മയ്ക്ക് മാലയും കമ്മലും ഇടണം, വള എല്ലാം ഇടണം. അപ്പോഴാണ് അമ്മാൻ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇവന്റ് കമ്മൽ മാത്രം ഇട്ടിട്ട് മാല ഇട്ടില്ലെങ്കിൽ അയ്യേ അങ്ങനെ അപശകുണമാ പറയും എല്ലാത്തിനുമേ. സോ അതുകൊണ്ട് വന്ന് ഈ മാല മാത്രം കമ്മൽ ഇടുക അയ്യേ അങ്ങനെയെന്ന് പറയും. നീയൊക്കെ എന്റെ മകളാണോടി അങ്ങനെ ചെയ്യും. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ നാട്ടുകാർ വിചാരിക്കും ഞാൻ ഇവളെ കൊടുമപ്പെടുത്തുക. ഇവളുടെ കൂടെ കൂടി എനിക്കെന്താ ഇവിടെ, അതായത് കഷ്ടപ്പെടുന്നതാണ്. അതായത് ഒരിടത്ത് എന്റെ അമ്മ അങ്ങനെയായിരുന്നു. പിള്ളേര് നല്ല ഇതിനേക്കാളും മോശമായിരുന്നു എന്റെ അമ്മൂമ്മ. അമ്മൂമ്മ അല്ലേ ഒരു കമ്മലിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രാമ പ്ലേ ചെയ്യും. ഒരു കമ്മലിട്ടില്ലെങ്കിൽ കമ്മല്ലേ എനിക്ക് വേണ്ട അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു. നീ ഒക്കെ പുഴുവായിരുന്നു നിന്നപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തു. അത് ഇവള് 8 മാസത്തിന് മുമ്പേ പറഞ്ഞ 7 മാസത്തിൽ പറഞ്ഞു നീ ഒക്കെ പുഴുവായിരുന്നപ്പോ നീ എന്താ പാല് കുടിച്ച എന്റെ മുഖത്ത് തുപ്പി അങ്ങനെയൊക്കെ പറയും. ഒരു വയസ്സിൽ ചെയ്തത് എനിക്കേ അറിയില്ല. അതല്ല വന്ന് ഇപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യാൻ രണ്ടുപേരും ഒരേ ബ്ലഡ് വേറെ. ഇപ്പൊ വര വര അമ്മ വന്ന് പറയുന്നതല്ല, അങ്ങനെ എനിക്ക് അമ്മൂമ്മ പറയുന്ന മര്യാദയുണ്ട്. ഇത് എന്റെ കസിൻസ് ഉണ്ടല്ലേ, എന്റെ കസിൻസ് മൂച്ചി കൂടെ അമ്മൂമ്മ മര്യാദയായിട്ട് വരുന്നു. അപ്പൊ വന്ന് എന്റെ കസിൻസില് അയ്യോ ഇത് തനി അമ്മൂമ്മ അങ്ങനെയെന്ന് ഫീൽ ആവുന്നു വര വര. ഇപ്പൊ പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ ചായ അല്ലാതെ അടുത്ത വീട്ടിലെ പാർക്കുട്ടി ചേച്ചിയുടെ ചായ എന്തുവാടി. അവള് പറഞ്ഞെന്താന്ന് വെച്ചാ അമ്മമ്മയെ പോലെ ആയി വരുന്ന സ്വഭാവത്തില് കുറച്ച് മാറ്റം. അല്ല ഞാൻ പക്ഷെ അമ്മൂമ്മയെ പോലെ ഒന്നും അല്ല. അത് ഇവരിങ്ങനെ പറയണം അമ്മൂമ്മയെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റ എന്റെ അമ്മയെ പോലെയാണ്. പിന്നെ വർത്താനം പറഞ്ഞ് ഭയങ്കരമായിട്ട് വർത്താനം പറയും, ഉറക്കം അടിച്ച് കൈ കൊട്ടിച്ചിരിക്കും. ഇനിയൊരു വിഷയം കൂടെ ഞാൻ പറയാം. എൻ്റെ അമ്മ അടുത്ത ആരെയും മറ്റൊരാളെ കുറിച്ച് ദ്രോഹമോ ഒരു വർത്താനോ ഒന്നും പറയില്ല. സ്വന്തമായിട്ട് ട്രോളിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ.
സത്യം. ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഞങ്ങൾ അത് ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ മറ്റുള്ളവരോട് ഞാനപ്പോൾ അത് ഇത് നമ്മൾ കുറ്റം പറഞ്ഞ് ചിരിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. ഇവിടെ തമിഴിൽ പറയും പെരത്തിയാർക്ക് ദ്രോഹം പണ്ണാമി ഇരുന്നാൽ പോരുന്നു. അതായത് മറ്റുള്ളവർക്ക് അടുത്തൊരു ആർട്ടിസ്റ്റിനോ അവരെക്കുറിച്ചൊരു മോശമായിട്ട് പറയുമോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഇവിടെയൊക്കെ പണ്ടൊക്കെ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ചോദിച്ചു വിളിക്കുമായിരുന്നു. ചിലപ്പോൾ എന്നെ അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ഉടനെ തന്നെ ഞാൻ കൊടുക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് മാഡം നിങ്ങൾ ரொம்ப നല്ലവങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാറുള്ളത്. ആ ഒരു അവർ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വലിയൊരു ചാൻസാണ് അതുകൊണ്ട് കിട്ടുന്നെങ്കിലോ. അതുകൊണ്ട് ഉടനെ നമ്മൾ നമ്പർ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഞങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നിട്ട് എവിടെയെങ്കിലും ചോദിച്ചാൽ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കൊടുക്കും. കാരണം അവർക്ക് നാളെ അതൊരു നമ്മളുടെ ഒരു നോ പറയണ അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിലും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം മറ്റുള്ള ഒരാളെ ദ്രോഹിക്കാതെയും കുറ്റം പറയാതെയും ദൂഷ്യമൊന്നും ചെയ്യാതെയും നമ്മൾ സ്വന്തമായിട്ട് കളിയാക്കി. അതെ, അതൊരു മാവേലി നാട് സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കും. എന്താണ് ഓണം ശരിക്കും? അത് കുറച്ച് മുമ്പ് ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ആഘോഷിച്ച ഓണങ്ങൾ ഉണ്ടാവാം. ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എന്താ വരിക? ചെറിയ വയസ്സിൽ വന്ന് ഓണം എന്ന് വരുമ്പോഴേ ഇതേമാതിരി കുറെ അമ്മ വന്ന് ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു. അവിടെ കൂടെ വന്ന് ന്യൂസ് പേപ്പറിലെല്ലാം വന്ന് ഉണ്ട്, ഇതോ അവിടെ കൂടെ ഉണ്ട്. സോ ഓണം എന്ന് വന്നാല് ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് എന്തെങ്കിലും നടക്കും. കുറെ വർഷമായിട്ട് അത് വന്ന് നടന്നില്ല, ഫോട്ടോഷൂട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമോ, ഏതോ ചെറിയ ഓലന് വെണ്ടയ്ക്ക ഫ്രൈ. 23 കൂട്ടം ഐറ്റം ഞാൻ ഉണ്ടാക്കി. എൻ്റെ മാമനാരെയും മാമിയാരെയും എൻ്റെ മദറിലോ അവര് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു. അവരെയും പിന്നെ എൻ്റെ ഡ്രൈവർമാരാണ് സർവൻസ് എല്ലാരെയും ഞങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അമ്മ ബിസി ആയിപ്പോയി. ബിസി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കേരളത്തെ റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങി സദ്യ. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. നമ്മളിങ്ങനെ ഭയങ്കര ചിലപ്പോൾ ബിസി ആയിരിക്കും. പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഇവളും ഭയങ്കര ഒരു പക്ഷേ എനിക്ക് വന്ന് നാട്ടില് പ്രോപ്പർ ഓണം ഇരിക്കുന്നു അല്ലേ, അതിന് ഇതുവരെയും കണ്ടിട്ടില്ല. 2 വർഷം മുമ്പ് പോയില്ലേടി? എവിടെ പോയി? നീ നാട്ടിൽ തൊടുപുഴ പോയോ ആഘോഷിച്ചില്ലേ? പോയ വർഷം തൊടുപുഴ പോയി നമ്മുടെ വീട്ടില്. പക്ഷെ ഈ ഓണത്തില് റോഡിൽ ഇങ്ങനെ കളിക്കൂലേ, അത് തിരുവനന്തപുരം വരണം. നീ ഒരു സമയത്ത് ഓണത്തിന് തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ ശിവാംഗി ജനിച്ചത് തിരുവനന്തപുരത്താണ്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിലായിരുന്നു. അല്ല, അതിന്റെ റീസൺ ഞാൻ ഇങ്ങോട്ട് വരാൻ പോവുമായിരുന്നു തൊടുപുഴയ്ക്ക്. 8 മാസം കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ. കാരണം ഇനിയുണ്ടല്ലോ 1.5 മാസം എന്ന് വിചാരിച്ചു. ഈ കൊച്ചു 7.5 മാസത്തിലെ ചാടിപ്പോ ഒരു 4 വിചാരിച്ചോ? അതിന് അവിടെ ഒരു പുഴുവായിരുന്നു. അതാണ് ഈ അമ്മ പറഞ്ഞു, ഇല്ല പുഴുവായിരുന്നപ്പോ നിനക്ക് ഞാൻ ചെയ്തെല്ലാം മറന്നോടി. അങ്ങനെയാണ് അമ്മ പോകുന്നത്. ആ അമ്മൂമ്മ അല്ലായിരുന്നെങ്കിൽ ഈ കൊച്ച് ഇത്രയും 7.5 മാസം എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ അല്ല മോളെ, പിന്നെ 1.25 കിലോ, 1.25 ഉണ്ടായിരുന്നു. 1.800 ഉണ്ടായിരുന്നു അപ്പോഴേ. അതെ. അപ്പൊ പക്ഷെ എന്നാലും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണും മൂക്കും ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ട് കൂടിയിട്ട് പോലും ഇല്ല. അവയവങ്ങളെല്ലാം വന്ന് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാവും ശരിക്കും ഇവർക്ക് അങ്ങനെ കൂടിയത്. നമുക്കിത് എന്താണോ പെണ്ണാണോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. പുഴുവായിരുന്നു. ഇത് ചെയ്യാൻ പാടില്ല. 5 മാസത്തേക്ക് ഉറങ്ങിയിട്ടില്ല. അമ്മൂമ്മ മാത്രല്ല എന്റെ ചേച്ചിമാര്. ഞാൻ 5ാമത്തെ ആണല്ലോ. എന്റെ 3 വലിയ അതും അത് ഈ പറയുന്നതൊക്കെ ഒരു സിനിമാ നടിയെ കുറിച്ചാണെന്ന് ഓർക്കണം. അത് ഒരു പ്ലേ ബാക്ക് സിംഗറും കൂടെ ആണ്. അപ്പൊ അങ്ങനെ ഒരാളിനെ അത് മാത്രമല്ല സോഷ്യൽ മീഡിയ ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള കൊച്ചിന്റെ അടുത്താണ് ഈ കളി. പക്ഷെ എന്റെ അമ്മ ഇപ്പോഴും പറയും, അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മ ഇല്ല ഇപ്പൊ ഞാൻ എന്റെ ശിവാംഗിയുടെ കൂടെ ആയിരിക്കും എന്റെ ആത്മാവെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ജീവനായിരുന്നു ഈ 2 പിള്ളേരെ. വിനായകൻ എൻ്റെ മോനെയും ഈ അമ്മ ഫുൾ ടൈം ഈ പിള്ളേരെ ഏത് നേരവും ഇങ്ങനെ വച്ചുകൊണ്ട്. ഇവള് 3 മാസം ആയപ്പോഴത്തേക്കും ഗുണ്ടുമണിയായി. 5 മാസമൊക്കെ നല്ല കുറുകുറു അല്ല. എല്ലാരും അന്തം വിട്ടു. ആ പുഴുക്കൊച്ചാണോ ഇത് ഗുണ്ടുമണിയായത് എന്ന്. ആ പുഴുക്കൊച്ചിപ്പം ശക്തമായിട്ടുള്ള പോരാളിയാണ് അല്ലേടാ. പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ വരട്ടി അടിപൊളിയായിട്ട് നിർത്തും. ഓണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ കൊച്ചിനെ ഓണം കാണിക്കാൻ കൊണ്ടുപോകാത്തത് എന്തൊരു മോശമാണ്. അല്ല, ഞാൻ എപ്പോഴും തിരുവനന്തപുരത്തെ ഓണം ഇത് കാണുമ്പോൾ ഞാൻ ഇവിടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഓണം നമുക്കൊരു ദിവസം അതെങ്ങനെ ഇവിടെ ഓണത്തിന് ബിസി ആയിരിക്കും. ഓരോരോ പ്രോഗ്രാം ഓരോരോ എന്തെങ്കിലും ഇത് കാണും, ഇവൾക്കും കാണും. അപ്പോൾ അത് കാരണം പക്ഷെ എന്നാലും തിരുവനന്തപുരത്തെ ഓണം കാണാൻ
പക്ഷേ ഒരു ദിവസം ഇവരെ കൊണ്ടുപോകണം. മലയാളിയായിട്ടുള്ള ശിവാംഗിയെ ഓണം കാണിക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റെ പേരിലോ? അതെന്തിനാ എന്റെ ബിന്നി നെഞ്ചത്തോട്ട്? ബിന്നി കൃഷ്ണകുമാറിന് മാത്രമാണ്. സത്യമായിട്ട് നമ്മൾ ഈ ഓണ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ശരിക്കും എല്ലാ ആർട്ടിസ്റ്റുകളും ചോദിച്ചു നോക്കിയാൽ കാണും. അപ്പം അതിനൊന്നൊരു ദിവസം മാറ്റി വെക്കാൻ അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു അതിന് ഒരു ഉത്തരവാദിയും കൂടെ ഉണ്ട്. ആ ഉത്തരവാദിയെ ഇങ്ങോട്ട് വിളിക്കാം, നമുക്ക് ചോദിക്കാം. ശരിക്കും വിളിക്കാം. അച്ഛനെ വിളിക്കട്ടെ? വിളിക്കൂ സാർ. ഒരു കാര്യം ചോദിച്ചിട്ട് നമുക്ക് വരാം. ഈ കൊച്ചിനെ ഓണപരിപാടി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാത്തത്, അതായത് മലയാളി കൊച്ചിനെ ഓണപരിപാടി കാണിക്കാൻ കൊണ്ടുപോകാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മോശമായിപ്പോയി. ഏത് മലയാള പരിപാടി? ഇന്നലെ ഓണപരിപാടി, ഓണം ഇല്ലേ, ഓണം സെലിബ്രേഷൻ ഇല്ലേ? തിരുവനന്തപുരത്തൊക്കെ മറ്റേ ഇതൊക്കെ ഓണം എന്താണെന്ന് കൊച്ചിന് അറിഞ്ഞൂടാ. അപ്പ വന്ന് ഇന്നലെ ഒരു പരിപാടിക്ക് പോയി. ഇവിടത്തെ ചെന്നൈയിലെ മലയാളി അസോസിയേഷൻ ഓണം പരിപാടി. അല്ല, ഈ ഓണം എന്നാ സാർ ഇത്? അല്ല, ശരിക്കും ഇന്നത്തെ കാലത്തെ പിള്ളേരെല്ലാം ഉച്ചവരെ കിടന്നുറങ്ങും, സൂപ്പർ ജോലിയൊന്നും. സൂപ്പർ. അടുത്ത സെഷന് ഈ ഓണം എങ്ങനെയാണെന്നറിയോ? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ദി മോർണിംഗ് ഓൺ AM ആണ് ഓണം. സത്യം ആഫ്റ്റർനൂൺ അല്ലേ കഴിക്കുന്നേ? പക്ഷെ ഒരു കാര്യം, Afternoon ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? എന്തെന്ത്? ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? കറക്റ്റ്. ആ, അതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ ശിവാംഗിയുടെ കുറ്റമായി. കൊച്ചി ഓണം എന്താണെന്ന് ചോദിച്ചപ്പോ അറിഞ്ഞൂടാന്ന്. അറിയാം. പുലിക്കളി പക്ഷെ ഇതെല്ലാം നേരെ കണ്ടിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പുലിക്കളിയാണ് വിളിച്ചല്ലോ, നീ വന്നില്ലല്ലോ. പുലിക്കളിയുടെ കൂടെ ഞങ്ങളിവിടെ കളിച്ചു. അതെ, ഞങ്ങൾ ഇന്നലെ പുലിക്കളിയുടെ കൂടെ ഏതാ കാണിച്ചറിയാം? അതൊക്കെയാണ് കളിച്ചതല്ലേ. കൃഷ്ണനാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇതാണ് കളിച്ചത്, മറ്റേ തമന്നയുടെ പാട്ടായിട്ട്. ഞാൻ ചോദിച്ച ഒരു ഓർഗനൈസർ ഇത് എന്താണിത്? ഒരു തിരുവാതിരയൊക്കെ ഇട്ടുണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും നിങ്ങൾ രണ്ടുപേരും കൂടെ പാടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആ സുന്ദരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടു. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്ഷൻ? ചുമ്മാ ഞാൻ രസിച്ചോണ്ടിരുന്നു. അതാ, അതൊക്കെ രസിക്കും. ഞങ്ങൾ പാടുന്നത് വളരെ രസിക്കാറുണ്ട്. പാട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. അതായത് എന്നെ ഇന്റർവ്യൂ വേറെ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ തമിഴ്നാട് മാത്രമല്ല, കേരളം മുഴുവനും ഫാൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു അഭിമാനം കൂടുതലില്ലേ? അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അല്ല, എല്ലാവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയാം. ചിലർക്ക് മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് വരും. അവരെന്താണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻറ്റ്. അവർ പ്രാക്ടീസ് ചെയ്യില്ല, അവരെഴുതില്ല, അവർ തെറ്റിക്കും ഫുഡ് വാങ്ങിക്കില്ല. ആപ്റ്റിറ്റ്യൂഡ് കൂടുതലുള്ളവർ ദേ ഹാവ് ടു പ്രാക്ടീസ് മോർ എന്ന് എപ്പോഴും ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ശിവാംഗിക്ക് ആപ്റ്റിറ്റ്യൂഡ് കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും സംഗീതം ലൈഫായിട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. എന്നാലേ വേറെ ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കാനും പറ്റും. 10-20 പാട്ടൊക്കെ പാടിയിട്ടുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? പിന്നെ സിനിമ മ്യൂസിക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇപ്പൊ സാർ എന്തുകൊണ്ട് അങ്ങോട്ട് തിരിയാത്തതെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. കർണാടക ശാസ്ത്രീയ മാത്രം സാർ പാടിയിട്ടുണ്ട്, അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് നേരത്തെ ഞാൻ സ്കൂൾ സമയത്ത് തന്നെ കച്ചേരികളൊക്കെ ചെയ്തു തുടങ്ങേണ്ടത് അത് ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ആയതുകൊണ്ടാണ്. വല്ലപ്പോഴൊക്കെ ഓരോരോ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. മറ്റേ യദുകുല മുരളീ ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധോ, ദീപക് ദേവന്റെ പുതിയ മുഖം, അതിലൊക്കെ പാടിയിട്ടുണ്ട്. ഈ ഒടുവിൽ ഔസേപ്പച്ചൻ സാറിന് വേണ്ടിയിട്ട് കുറച്ച് MT അദ്ദേഹത്തിന്റെ മനോരഥങ്ങളിലെ ഒരു ഭാരതിയാറിന്റെ ഒരു 4 വരികൾ പാടിയിട്ടുണ്ടായിരുന്നു. അത് ശ്യാം സാറിന്റെ സിനിമയിലാണ് വന്നേക്കുന്നത്. അതെ അതെ അതെ, കാഴ്ച അല്ലേ. ഞങ്ങൾ ഔസേപ്പച്ചൻ സാറിനെ കുറിച്ച് പറയായിരുന്നു. ശുഭബന്ധുവരാളിയിൽ സാറ് ഒരേ കടലിൽ ചെയ്തിരിക്കുന്ന സംഗതികളുണ്ട്. എല്ലാ പാട്ടുകളും ശുഭബന്ധുവരാളിയിൽ മാത്രം ചെയ്ത ഒരു ഭയങ്കര, അതൊക്കെ നാഷണൽ അല്ല, അതൊക്കെ ഓസ്കാറില്ല, അതൊക്കെ വലിയ അവാർഡിനും അതീതമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ശുഭബന്ധുവരാളിയിൽ
എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടൊരു ചേട്ടൻ സംഗീതത്തിൽ ഭയങ്കര പ്രിയനും ആണ് അദ്ദേഹം. ഒരു പ്രാവശ്യം ഞാൻ ശോഭന്ത്രാളി മെയിനായിട്ട് കച്ചേരിക്ക് പാടാൻ നേരത്ത് ശോഭന്ത്രാളി നല്ല ശോകമല്ലാതെ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാനത് കറക്റ്റായിട്ട് അതിനകത്ത് ഏതൊക്കെ സ്വരങ്ങൾ അധികം യൂസ് ചെയ്യാതിരുന്നാൽ അത് വളരെ എന്താ പറയുക ഹാപ്പിയാവും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദാറ്റ് വാസ് എ ചലഞ്ച്. ഇപ്പോൾ ഔസേപ്പച്ചൻ സാറിനും അതൊരു വലിയ ചലഞ്ച് ആയി കാണും ആ ഒരു സിനിമ. എല്ലാം ഒന്നിൽ തന്നെ ചെയ്യാന്ന് പറയുന്നൊക്കെ വേറെ വേറെ ഭാവങ്ങൾ ഒരേ രാഗത്തിൽ രണ്ടുപേരെ കൈ കിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ രാഗം പാടിക്കുക. രാഗമാലിക വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് വെയിറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ രാഗം കൂടെ ചേർത്ത് പാടാൻ പറ്റിയ ഒരു സിനിമ പാട്ട് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു. ഇത്തിരി നാണം സാറിന്റെ പാടിയിട്ടിരിക്കുന്നത് നമ്മുടെ അത് ഞാൻ രാഗരസ ചെയ്തത്. അതെ അതെ, രവീന്ദ്ര മാഷിന്റെ വലിയൊരു ഫാനാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ആ രാഗദാനം സ്വരലയ അല്ല എന്റെ മിമിക്രി ഉണ്ട്, അത് കഴിയട്ടെ. പാട്ട് പാടാം നമുക്ക്, എന്നിട്ട് മിമിക്രി ചെയ്യാം. അത് പാടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മിമിക്രി നോക്കിയാലോ? ഞാൻ മിമിക്രി കാണിക്കും, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടങ്ങാൻ നമുക്ക്. ദേവസഭാതലം രാഗിലമാകുവനാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. സർ, ഇനി സാർ അതിന്റെ ഒരു മനോധർമ്മം പാടൂ. സരി സനി സരി ഗരി സനി ധനി പദനി ദേവസഭാതലം മഗമനീനി ഗമദദ ഗമപമഗരി ഗമദേവസഭ സരി ഗമപമഗരി സരി ഗമപദനി സരി ഗരി നി ദേവസ സനി സനി സരി സനി സരി സനി സരി സനി നി నీ గారి సని సగరి రి సని సరి సని సరి రి సని రి సదని సమదని స గమదని సని గరి రి సని రి సని దప మపద దేవసభాతల ని ద ద ద ద ద ద ని ని ద ద మద ని ని ద ద మ ని ద ద మద మగ మద ద మగ గ గ ని ని ద ప మగ రి స సరి గ మ ప మగ రి సరి గ మ ప ద ద ప మగ రి సరి స ద ద ద ద సని ని 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 ద ని 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 ద మద ని ద ని ద ప మగ మపద ని ని మాధని సత్స సదని సమాధని సగ గమపదని సరి సరి రి సరి గరి రి సరి స గరి రి సరి గ రి సని గ గరి ని ద మగ రి ഗാരി ഗാരി ഇതിങ്ങനെ പോകും. എപ്പോഴും നിർത്തണം. ദേവസഭാതലം. ഇത് തീരണ്ട, ഇത് പൊളി, ഇത് വേറെ ലെവൽ. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ കാര്യം പറയാം. ഈ രജനീഷ് നിങ്ങൾ പോയ ജനത്തിൽ ഏതോ വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു തോന്നോട്ടോ. വീണ്ടും എനിക്ക് അല്ല, ഇതൊക്കെ ഇത് എൻജോയ് ചെയ്യാനോ ആസ്വദിക്കാനോ ഒന്നെങ്കിൽ അത് പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കർണാടക ആസ്വദിക്കണം. നിങ്ങൾ താങ്ക്സ്. നിങ്ങൾ അല്ല, ദേവസഭാതലത്തിൽ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ മനോധർമ്മം പാടുന്നത്. പക്ഷെ അത് ആസ്വദിക്കാനും അത് എൻജോയ് ചെയ്യാനും അത് ചോദിക്കാനും രജനീഷിനെ പോലെ എത്ര പേര് കേരളത്തിലുണ്ട്. താങ്ക്സ് ടു യു. കേരളത്തിൽ ഒത്തിരി മ്യൂസിക് ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിനയ കൃഷ്ണകുമാറും ശിവാംഗിയും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പൊ സാറ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത്രയും പേര് മ്യൂസിക് ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ല, അത് രജനീഷിനെ പോലുള്ള ആൾക്കാർ അത് എടുത്തു വിടുമ്പോഴാണ് നമുക്കും അത് പറയാനും പാടാനും പറ്റുള്ളൂ. വേറെ ലെവൽ. ശിവാംഗി ഈ പെർഫോമൻസ് കണ്ടിട്ട്, ശിവാംഗി സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതാണ്, പുതുമയില്ല. പക്ഷെ എങ്കിലും ഇവർ ഇതിനകത്ത് പാടുന്ന കേട്ടിട്ടില്ലല്ലോ. ഇതിപ്പോ ഇതിന് ഒരു മനോധർമ്മം ഉണ്ടല്ലോ. ആ മനോധർമ്മം എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്
പ്രേരിപ്പിക്കുന്നത്? എന്നത്തേക്ക് എത്തും? എല്ലാ ദൈവത്തിന്റെ നമ്മൾ ദൈവം നിനക്ക് ദൈവം ഇല്ല, 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 ഇല്ല. അത് എന്റെ എഫേർട്സിനെ പുറത്ത്. അതെ താൻ പാതി ദൈവം പാതി. അതെ, എഫേർട്ട് വേണം. അതെ, ദൈവം പറഞ്ഞത് നിനക്ക് കണ്ണും കൈയും കാലും എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ അതേ എഫേർട്ട് എടുക്കുന്നത്. കൂടെ എപ്പോഴും ദൈവം വന്നോണ്ടിരിക്കോ? ദൈവമേ, നമ്മളെല്ലാം ചോദിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് വേറെ വേലയില്ലേ, ജോലി ഉണ്ടല്ലോ. അവൻ നമ്മൾ ചോദിച്ചിട്ട് അതിനുള്ള വേലയെ ചെയ്യണം. ഓട്ടോമാറ്റിക്കാ ദൈവം നമ്മളെ തേടി വന്ന് തരും. നമ്മൾ ജോലി ചെയ്താൽ മതി, അത് വരാനുള്ളത് വന്നോളും എന്നാണ് അത് കുട്ടി ജോലി ഉദ്ദേശിച്ചത്. ചെയ്യണം. ആ, ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഓടി നടന്ന് കുട്ടി എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട്. അയ്യോടാ, ഞാൻ ശിവാംഗിയുടെ കൂടെയാ. ഞങ്ങളും അതെ. ഈ മ്യൂസിക് കർണാട്ടിക് അത്രയും ബേസ് പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സാധനമാണ് അത്. പക്ഷെ പിന്നീട് വരും, ബേസിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര ടാലന്റഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ആ. അതിന്റെ വിഷമമാണ് ഈ പറയണത്. അവക്കിപ്പൊ ഞങ്ങൾ ഈ പാടിയതിന്റെ രണ്ടിരട്ടി ഇതില് അവളിപ്പോ പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അതിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എടാ, ഒരു കാര്യം ചെയ്യും, വെസ്റ്റേൺ ഇട്ടിട്ട് നമ്മുടെ മറ്റേ വെള്ളിയൊക്കെ ഇടുന്ന സാധനമില്ല, അത് പഠിച്ചോട്, എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ചലഞ്ച് നിങ്ങൾ ചോദിക്കുന്നതാ അതല്ലേ? ആ സാധനത്തിന്റെ അവിടെ അത് വേറൊരു രസമുള്ള സാധനമാണ്. പഠിച്ചാ വരാൻ പറ്റും. സ്പെഷ്യൽ ട്രെയിനിങ് അതിന് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിക്കലും പഠിച്ച് വെസ്റ്റേണും പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒന്നാണ് ഏറ്റവും നല്ലത്. അത് പറയാം. ഇപ്പൊ കർണാടിക് പഠിച്ച് ഹിന്ദുസ്ഥാനിയും പഠിക്കാൻ പറ്റില്ല. പഠിക്കാൻ പറ്റും, പക്ഷെ കൺഫ്യൂസ് ആയി പോകും. അല്ല, പുതുതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഒരേ നേരത്തിൽ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഒരിക്കലും പഠിക്കാൻ പാടില്ല. കാരണം അത് സാരേഗ അവിടെ പ്രൊനൗൺസിയേഷൻ ഫോണോട്ടിക് സൗണ്ട് ഈസ് ഡിഫറെന്റ്. ഇതിൽ ഈ ഇക്കാരം തന്നെ പറയണം, അതിലെ ഇക്കാരം പറയണം. ഇപ്പൊ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവും. അത് ഞാൻ കുറെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. ഇപ്പം ഒരു സിസ്റ്റം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ഈസിയാണ്. ബേസിക്സ് കർണാട്ടിക് മ്യൂസിക്കിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഹരിഹരൻ സാറൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര രസമായിട്ട് പുതുതായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ യേശുദാസ് സാർ പാടുന്ന ഒരു സ്റ്റൈലല്ല ഹരിഹരൻ സാർ പാടുന്നത്. അപ്പം അങ്ങനെയുള്ള ഗായകരെയൊക്കെ നമ്മൾ പുതിയ തലമുറ ഭയങ്കരമായിട്ട് അനുകരിക്കുന്നുണ്ട്. അപ്പം സിംഗിങ് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഹരിഹരൻ സാറിന് വോട്ട് കൂടുതൽ കിട്ടുന്നതാണ് ശിവാംഗിയൊക്കെ അങ്ങനെയായിരിക്കും, ആ വഴിക്കായിരിക്കും അല്ലേ? എങ്ങനെയാണ്? ഹരിഹരൻ സാർ വന്ന് മെജോറിറ്റി ഗസൽ ഹിന്ദുസ്ഥാനി, പക്ഷെ ക്ലാസിക്കലും അറിയാം. ബട്ട് സ്പെഷ്യലൈസ് ചെയ്തത് ആ രണ്ട് കർണാട്ടിക് പഠിച്ചിട്ടുണ്ട് ഹരിഹരൻ സാർ. ഓഫ് കോഴ്സ്. ഹരിഹരൻ സാറിന്റെ അമ്മ കർണാട്ടിക് അച്ഛനും അമ്മയും മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ സാറിന്റെ അമ്മ അവിടെ. സോ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അതൊരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് യൂസിങ് ദ വോക്കൽസ്. അത് അവിടെ വോട്ട് അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഒരു ഡിഫറെന്റ് സ്റ്റൈല്. ജാലി ഒരേ രാഗമായതുകൊണ്ട് പാടിയതാ. സിന്ധു ഭൈരവി എന്ന് പറയും. അതിലൊരു തില്ലാന. അതിലുള്ള സിനിമാ പാട്ടുകളൊക്കെ ഇപ്പൊ തമിഴിലാണ് ഞാനൊരു സിന്ധ കാവടി സിന്ധ ആ ചെല്ലച്ചെറു വീട് തരാം അതുണ്ട്. ഹരിമുരളീരവം അങ്ങനെ കുറെ ഉണ്ട്. എളുപ്പം ചോദിക്കുമ്പോ ഈ മ്യൂസിക് ഡയറക്ടർ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുമെന്ന് എനിക്കറിയാം. രാഗമാലിക ഒരു സാധനം ചെയ്തു വെച്ചിട്ടില്ലേ? രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സസ്പെൻസ്, പൊട്ടിച്ച സസ്പെൻസ് ഒന്ന് പാടുവോ? അല്ല, ഇത് സസ്പെൻസ് അല്ല, എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ നമ്മള് ക്ലാസിക്കലായിട്ടാണ് വർണ്ണം, കീർത്തനങ്ങൾ, കോമ്പോസിഷൻ. അദ്ദേഹം ഭയങ്കര 4 ലാംഗ്വേജിലൊക്കെ എഴുതും. അപ്പം സ്വന്തമായിട്ടുള്ള കോമ്പോസിഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു രാഗമാലിക, അതായത് 25 രാഗം വരുന്ന ഒരു രാഗമാലിക ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓരോ വരിയിലും ഓരോ രാഗം, ചിലപ്പോൾ പാതി വരിയിലെ ഒരു രാഗം. എന്നിട്ട് ഞാൻ ശിവാംഗിയെ അതൊന്ന് പഠിച്ചു കേട്ടോ. ഏതെങ്ങനെ രസികപ്രിയ രാഗം, അത് വേണേ 4 ശിവാംഗിയും കൂടെ രസികപ്രിയാണ് രാഗം. സെന്താടും ഭേരി ശൃംഗാരൂപിണി ഈ സെന്തോടും ഗൗരി
മനോഹരി തായേ. ഗൗരി മനോഹരി is the രാഗ. ഈസനിൻ സാമഗാന മോഹനരൂപിണി 2 രാഗം. ഈസനിൻ സാമ മോഹനരൂപിണിയുടെ മോഹനം 2 രാഗം. ദിശയെങ്കും കല്യാണി ദിശയെങ്കും കല്യാണി കാമാക്ഷി തായേ. ദിശയെങ്കും കല്യാണി കാമാക്ഷി തായേ. രസിക കല്യാണി ലാസ്റ്റ് പാടിയത് കല്യാണി രാഗം. അപ്പൊ ഈ പല്ലവി തന്നെ ഒരു 5-6 രാഗം വരുന്നുണ്ട്. അങ്ങനെ പോകും. ഈ അച്ഛനും അമ്മയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ ശിവാംഗിക്ക്? ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാത്തതല്ല, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പ വന്ന് ഒരുമാതിരി ഭയങ്കര ബ്രോഡ് മൈൻഡഡ്, പക്ഷെ അപ്പപ്പോ കുറച്ച് ഒരുമാതിരി ആവും, അത് പറവല്ല. ബ്രോഡ് മൈൻഡഡ്. ഇന്ന് അമ്മ വന്ന് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മുടെ ജനറേഷൻ ഏത്തവടി മെർജാവുന്ന ഒരു ക്യാരക്ടർ. സോ പഴയ അങ്ങനത്തെ അല്ല, ഇപ്പൊ കൂടെ എന്നെക്കാളും ഇൻസ്റ്റയില് റീൽസ് നോക്കുന്നത് അമ്മയാണ്. സോ അതാ ഇഷ്ടം. പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയ മലയാളി വരുമല്ലേ? അത് ഈ ആഭരണ കാര്യം മാത്രമാണ്. മെച്ചപടി നോ പ്രോബ്ലം. ഈ നല്ല ഡ്രസ്സ് ഉടുത്ത് വെളിയിൽ പോകുന്നത് ആ ആസ്പെക്ട് മാത്രം, തലയിൽ എണ്ണ വെക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. മിച്ചപടി ഒന്നുമില്ല. പക്ഷെ അച്ഛൻ ഭയങ്കര കാൽക്കുലേഷൻസാ, കാരണം മാത്സ് പഠിച്ചിട്ടുള്ളതാണ്. അതെ അപ്പയുടെ ലൈഫ് ആക്ച്വലി കാൽക്കുലേഷൻ ആണ്. മ്യൂസിക് കംപ്ലീറ്റ് ഇങ്ങനെ മ്യൂസിക് ഒന്നല്ല, മ്യൂസിക് താണ്ടി ലൈഫേ മൊത്തം ലൈഫേ. ഇപ്പൊ എന്നെ ഞാനാ വന്ന് കടന്നുറങ്ങി എന്ത് വരുന്നോ അതാണ് ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ഈച്ച് ആൻഡ് എവറി ഡേ ചെയ്യുള്ളൂ. ഈ 2 ലൈഫും സക്സസ് ആണല്ലോ. അപ്പം കാൽക്കുലേഷൻ ആണോ ഈ ലൈഫാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? കാൽക്കുലേഷൻ ഞാൻ പറയാം, രണ്ടുമാണ്. ഇറ്റ് ഈസ് എ ബൈനറി. 0 ആണ് 1 ആണ്, രണ്ടും ചേർന്നിട്ടാണ്. കുഴച്ചു. ഇത് ഭയങ്കര ഫിലോസഫിക്കലായി. 0 എന്ന് വെച്ചാൽ ഹോൾ എല്ലാ ഇലക്ട്രോണിക്സ് എല്ലാം ബൈനറിയിലല്ലേ. നമ്മൾ ഇല്ലാതാവുന്നതും ഉണർന്നിരിക്കുന്നതും നമുക്ക് ആവശ്യമാണ്. ലൈറ്റ് ഓണായിരിക്കുന്നു ഓഫായിരിക്കുന്നു അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. 2 വേണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടും വേണം. ഞാനൊരു 30 വയസ്സാകുമ്പോ 2 ഇംപ്ലിമെന്റ് ചെയ്യും. അതെ, അതുവരെ എന്നെ ഫ്രീ ആയിട്ട് വിടുക. ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നതായിരിക്കും. അതെ കല്യാണം കഴിക്കുന്നത് ഫ്രീ. ഞങ്ങൾ അതെ ഫ്രീ ആണ്. എനിക്ക് പിടിച്ചത് എന്ത് വേണം ചെയ്യാം. ഇടയ്ക്ക് മാത്രം ചില ഇടപെടൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവളുടെ ക്രഷൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലല്ല, അത് അച്ഛന്റെ അഭിപ്രായം ചോദിച്ചില്ല. പറയുന്ന സമയത്ത് എങ്ങനെയാണ് അച്ഛനെടുത്തത്? അല്ലല്ല, അതെന്താന്ന് വെച്ചാൽ അതാത് പ്രായത്തിലുള്ള എല്ലാം, ഇവൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം, അതാത് പ്രായത്തിൽ എന്ത് ആസ്വദിക്കാൻ പറ്റുമോ ആസ്വദിക്കണം. നമ്മളിപ്പോൾ 20 വയസ്സിലുള്ള സമയത്ത് ഒന്നും ചെയ്യാതെ 40, 45, 50 വയസ്സാകുമ്പോഴത്തേക്ക് അന്ന് അതൊക്കെ ചെയ്തിരുന്നെങ്കിലോ എന്ന് ആലോചിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ ആയില്ലടാ, ആരും ഇല്ലേ പെൺപിള്ളേർ അങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ല, അവൻ എന്നെ പോലെയല്ല. അവൻ നല്ല എന്താ കുഴിയിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടി ആരാ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് കുഴിയിൽ ചാടുന്ന സ്വയം വിമർശനമല്ലേ? സ്വയം അല്ല, ദോസ് ആർ ഓൾ ഗുഡ് എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ എല്ലാം വേണം. സങ്കടങ്ങൾ വേണം, സന്തോഷം വേണം. സങ്കടം അറിഞ്ഞാലേ സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മൊത്തം എപ്പോഴും ഹാപ്പി ആണെങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. സോ എല്ലാം മിക്സ്ഡ് ആയിരിക്കണം, എല്ലാവരും ഹെൽത്തി ആയിരിക്കണം. ഇതൊക്കെ ആസ്വദിക്കാനും ദൈവം അതിനല്ലേ ഇങ്ങനെ നമുക്ക് എല്ലാം തന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാൻ, ഗുരുവിനെ കുറിച്ചുകൂടെ ഒന്ന് പറയണം. ബാലഭൂമി കൃഷ്ണ, നമ്മൾക്ക് ഈ ഞാനൊക്കെ ടി വിയിൽ മിലേസുരു മേരാകുമാരൊക്കെ കണ്ട് ശീലിച്ചിട്ടേ ഉള്ളൂ. ലെജൻഡാണെന്ന് അറിയാം, പിന്നീട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ ഒരിക്കലും നേരിൽ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ പക്ഷേ കൂടെ വളർന്നു എന്നുള്ളതും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ, അവസാന നിമിഷം വരെ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മയുടെ 9 വയസ്സ് മുതൽ ആ കുടുംബത്തോടു കൂടി ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അദ്ദേഹം ആദ്യം ചെന്നൈയിൽ വാടകയ്ക്ക് വന്ന് താമസിച്ചു. അങ്ങനത്തെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടോ? പല പ്രാവശ്യം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് വേറെ വീട്ടിലൊന്നും പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജർ വീട്ടിൽ പോകും, പിന്നെ ഇവിടെ മാത്രമേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രിയിലെ ചിലപ്പോൾ കൊണ്ടുപോയപ്പോൾ ആ നേരം ഇവിടെ വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവാറില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ചോറ് കൊണ്ടിട്ട് എൻ്റെ മലയാളി ചമയിൽ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, മലയാള രീതിയിലുള്ള ഇതെല്ലാം. അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പം ഫുൾ AC ഒക്കെ ഇട്ട് കാലൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് 2 സൈഡിലിരുന്ന് കാലമാക്കി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഡെയിലി ബീച്ചിൽ പോവുക, അവിടുത്തെ
കടല തിന്നുക, ഇതെല്ലാം. മസാല കോൺ കഴിക്കുക. ഒരു 5 വർഷം നമ്മൾ ലാസ്റ്റ് ഒരു അദ്ദേഹത്തിന്റെ 5 years ഡെയിലി 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ തിരിച്ചിവിടെ വരണത് 7 മണിക്കാണ്. ഒരു 5 മണിക്കൂർ ഞങ്ങളുടെ ഗുരുജിക്ക് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പല സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ അവർക്കും വന്ന് ചെയ്യാം എല്ലാവർക്കും. പക്ഷെ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ എന്തോ ഞങ്ങൾ എല്ലാവർക്കും അവനവൻ്റെ ഗുരുവിന് വേണ്ടി വന്ന് ചെയ്യാം. അപ്പം അവിടെ ഇന്ന് ആരും വന്നിട്ടില്ല. ഇപ്പം ചില ദിവസം ഞങ്ങൾ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ വേറെ ആരും വരുന്നില്ല. അല്ല, ഒരു ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഞാനൊരു നോട്ടം നോക്കിയാൽ തന്നെ അറിയാം നാളേക്ക് വരമാട്ടില്ല, ഞാൻ എനിക്കത് പോറേ അത് പറയും. അതെ, അപ്പൊ വേറൊരു ശിഷ്യരെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചാലും അവർക്ക് ചിലപ്പോൾ സൗകര്യപ്പെടണമെന്നില്ല. ഞങ്ങൾ പക്ഷേ നമുക്ക് എന്താ ആവശ്യങ്ങളുണ്ടല്ലോ അതിനൊന്ന് ഗുരുവിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളത്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് വളരെ ഒരു 10-24 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതി ഇനി ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് എല്ലാവരും. അന്ന് ഗുരുജി ഒരാൾ മാത്രമാണ്. അപ്പം ദൈവം പോലെ വന്നു, അവനൊന്നും ആവില്ല, ഞായർക്ക് ഒന്നും ആവില്ല. ഞാൻ അടുത്ത മാസം 1 മാസം പക്ഷെ ഹോസ്പിറ്റലിൽ ഇരിക്കും, വീട്ടിൽ വരുമ്പോഴേ ഞാൻ വരുള്ളൂ. അതുവരെ ഇവിടെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഗുരുവിനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്രയും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ശിഷ്യരുണ്ട്, പക്ഷെ അത്രയ്ക്ക് എൻ്റെ മകനാണെന്നാണ് പറയുന്നത്. 6 പേരെ കുട്ടികൾ കുഞ്ചിക്കുള്ളത്, അതിലെ 7ാമത്തെ മകനാന്ന് ഇപ്പോഴും പറയും. അപ്പം അങ്ങനെ രക്ഷിച്ചെടുത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് വലിയൊരു എപ്പിസോഡാണ്, ഇപ്പം പറയാൻ പറ്റത്തില്ല. അത്രയധികം ഞങ്ങൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഒത്തിരി പല നിമിഷങ്ങളിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അപ്പോൾ ഫോൺ ചെയ്യും. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. പിന്നെ വാട്ട് ഈസ് ട്രൂത്ത് ഇൻ ലൈഫ് എന്നുള്ളത് ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മാറ്റി പറയാൻ പാടില്ല. അത് പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടത്, പക്ഷെ ഇത് ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഞാനത് സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് പൂർവ്വജന്മ പുണ്യ ഫലമായിട്ട് ഞാൻ കാണുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏതോ ഒരു ജന്മത്തിൽ ഒരുമിച്ചുള്ള യാത്രയിൽ നമ്മൾ ഈ ജന്മത്തിലും കണ്ടുമുട്ടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നു. ഈ 2 പേരും ശരിക്കും ഭയങ്കര ഇടയ്ക്കൊക്കെ ചളിയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഭയങ്കര രസമാണ്, ജോളി മൂഡാണ്. പക്ഷെ സാറ് പൊതുവിൽ അങ്ങനെ അല്ല എന്നാണ് തോന്നിക്കുന്നത്. പക്ഷെ ഉള്ളിലൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ട് അല്ലേ? ഓ അങ്ങനെയാണ്. അതായത് നല്ല കൂടിയ ചളിയൊക്കെ പറയും അല്ലേ ശിവാംഗി? എന്റെ ശിഷ്യന്മാർക്ക് ഇവിടെ ചെവറിലേക്ക് ഇടിക്കുന്നതാണോ ചളി കേട്ടിട്ട്? അപ്പൊ സാറ് സീരിയസ് അല്ല ആക്ച്വലി. എന്റെ അച്ഛൻ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് സ്റ്റുഡൻസ് ഒക്കെ അല്ല അവരോടൊക്കെ വളിപ്പ് പറയും. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ 2 പേരും ആ നേരം ഭയങ്കര സീരിയസ് സ്ട്രിക്റ്റ് ആണ്. അല്ല, മെയിനായിട്ട് എനിക്കിത് വരാൻ കാരണം എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രം മാറിവനസ് കോളേജിൽ 36 വർഷത്തിൽ കൂടുതൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ടിരുന്ന ഒരാളാണ്. പ്രൊഫസർ കല്യാണസുന്ദരം. ഒത്തിരി സ്റ്റുഡൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. മ്യൂസിക് പോലെ തന്നെയാണ് മാത്സും കുറച്ച് ഡ്രൈ ആണ്. നമ്മളത് സോൾഫുൾ ആയിട്ട് എടുത്തില്ലെങ്കിൽ ഡ്രൈ. അപ്പോൾ യൂസ് ടു ഇങ്ങനെ ഓരോ ചെറിയ ഇതുപോലത്തെ ജോക്സ് വേർഡ്സ് കൂടെ ചേർന്ന് പിള്ളേരെ ഒന്ന് ഇതാക്കാനായിട്ട് പറയുമായിരുന്നു. ഞാനും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് BSc. സോ അതിൻ്റേതാവാം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സംഗീതം ചേർത്ത് അതിൻ്റെ വേർഡ്സിൽ കൂടെ കിട്ടുന്ന കുറേ ജോക്സ് ഒക്കെ പറയുക എന്നുള്ള. പിന്നെ ഞങ്ങളുടെ ഗുരുജി ബാലമുരളി സാർ അതിൽ ഉസ്താദാണ്. വളരെ സോഫ്റ്റായിട്ട് വലിയ കാര്യങ്ങളൊക്കെ തത്വങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറയും. ചിരിക്കില്ല, പക്ഷെ നമ്മൾ ചിരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ. സൂപ്പർ സിംഗറിൽ പോകുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്തു. അത് മോശമായി. ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടും ശിവാംഗി 6th ടോപ്പ് 6 അതെ. ഇല്ലില്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞാണ്. പിന്നെ രാവിലെ എണീറ്റ് ആഹാരം കഴിച്ചിട്ട് പോകണം, ഇതൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ഡീമോട്ടിവേഷൻ അല്ലേ? രാവിലെ ഞങ്ങളെല്ലാം സെറ്റിൽ കൂട്ടിക്കൊണ്ടുപോകാൻ കണ്ടസ്റ്റൻസിനല്ല ആ വാൻ കേറാൻ പോകുമ്പോ നീല 4 റൗണ്ട് കൂടെ പോകില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ പറയാം രജീഷ്. എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ഒരു 7 എണീറ്റ് കഴിഞ്ഞാൽ പല്ല് വെച്ചു ഒരു 8 ആകുമ്പോഴത്തേക്ക് ഒരു 7-8 ഇഡലിയും സാമ്പാറും ഒന്നും കഴിക്കും ഞാൻ. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കഴിക്കാതെ പോണേ. അപ്പൊ അതൊക്കെ അസിഡിറ്റി ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നത്. അവിടെ പോയി നിറയെ ഫുഡ്, പക്ഷെ അപ്പോഴത്തേക്കും ലേറ്റ് ആവും, അപ്പൊ കഴിക്കാതെ പോകുന്നു. അതൊക്കെ എനിക്ക് പക്ഷെ കൊച്ചു പോകുമ്പോ പറയേണ്ടതാണ്. ദേഷ്യം. അത് കാരണം എന്റെ നാക്കെല്ലാരും പറയും, പക്ഷെ അത്
ഒട്ടും ഫലിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറയാൻ പോസിറ്റീവ് ഡബിൾ നെഗറ്റീവ് പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അതെ 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 അതെങ്ങനെയാണ് അത് മോശമായി പോയി. അല്ലെ ശിവാംഗി എന്നിട്ട് പോയിട്ട് അങ്ങനെ എത്തുമ്പോഴുണ്ടല്ലോ തിരിച്ചു കൊണ്ടുവന്ന് ട്രോഫി കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ ട്രോഫി? ഞാൻ ഒന്ന് ടോപ്പ് 6 വരയ്ക്കേ പോയിട്ടുള്ളൂ. ഫൈനലിസ്റ്റ് ആയില്ല. സെമി ഫൈനലിൽ വന്നു. സെമി ഫൈനൽ വരയ്ക്കും. അല്ല ടോപ്പ് 6 പോകൂല, ഒന്നും എത്തില്ലെന്നല്ലേ പറഞ്ഞ, പക്ഷെ ടോപ്പ് 6 വരെ എത്തിയില്ലേ? നല്ല പേര് അപ്പൊ പഠിച്ചിരുന്നെങ്കിലോ? പാട്ട് പിന്നെ കുക്കുവിത്ത് കുമളില് പൊക്കോളൂ സംഗീതം മാത്രം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യാറ് ആ നേരത്ത് അവിടെ കറക്റ്റായിട്ട് വരണം. പക്ഷേ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുക്കുവിത്ത് കോമാളിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നോക്കൂ സ്റ്റാർഡം എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എത്തുന്നത് എവിടെയാന്ന് ചോദിച്ചാല് ഈ ലെവലിൽ എത്തിയത് കുക്കുവിത്ത് കോമാളി പോയിട്ട് ഈ ഒരു ഇന്നസെൻസ് കൊണ്ടല്ലേ, അല്ലേ? ആ ഇന്നസെൻസ് അത് വെരി നല്ല, ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് കുട്ടിക്ക്. ആരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാവരുടെയും ഒരു ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അവരുടെ എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അവൾ അവോയ്ഡ് ചെയ്തിട്ട് വരും, അതൊക്കെ കേൾക്കൂല. ജസ്റ്റ് കാരണം അങ്ങനെ പോലും നമ്മൾ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ച്. അതുപോലെ റിലീജിയൻ, കാസ്റ്റ്, കറുപ്പ് വെളുപ്പ് ഒന്നും അവൻ പറയണത് ഇഷ്ടമല്ല. എനിക്ക് ശിവാംഗിയാണ് ശരിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടി. നമ്മൾ ഇടയ്ക്ക് രവീന്ദ്ര മാഷിനെ വിട്ടുപോയി. 3, 4 രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി, മലരണി വനികയിലുണരുന്നു മദകരപിക കുലകളനാദം, മലരണി വനികയിലുണരുന്നു മദകരപിക കുലകളനാദം, തളിർത്തു മണ്ണും വിണ്ണും അഴകൊടു കണിപ്പൂ ചൂടി സ്വപ്നലതികൾ, രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി. ആനം തനം തം താനം തം തം ത. അതിലെ രാഗം താനം സ്വരലയം, അതിനാലെ ഞങ്ങൾ പറഞ്ഞ, അതിനാലെ രാഗം എന്ന് പറയുമ്പം രാഗം ആനം തനം തം താനം തം ത, ആനം തം താനം തം ത, താനം തം താനം തം താനം തം താനം. സരി ധനി ധനി ഭനി പനി പമ പനി പമ പനി പമനി പമ പമരി രി പമ പനി നി സരി നി സ പ പനി മാമ പമരി മ പമരി സ സ്വരലയ സാന്ദ്രമം പല്ലവി. ഈ ഓണം അങ്ങനെ അടിപൊളിയാവട്ടെ. ഇത് ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിരുന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ ഫീൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ നിങ്ങൾ നിർത്തരുതേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ഇപ്പോഴും കൂടി ഇത് നിർത്തരുതേ, നിങ്ങൾ ഇങ്ങനെ തുടർന്ന് പോണേ എന്ന്. കുറേ സമയം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും വലിയ സംഗീതജ്ഞനാവും. അല്ല, ദേവസഭാതലം പാടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണുമ്പോ സാപ്പാസയില് തുടങ്ങി, ഇപ്പൊ ദേവസഭാതലം വരെ പാടി രജനി. ശിഷ്യൻ. അതെ, ശിഷ്യനും അനുഗ്രഹം. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ സ്വരം പാടണം. അതെ, ഇത് മിമിക്രി അല്ല. ഞാൻ കാണിക്കുമ്പോൾ മിമിക്രി അല്ല, ഞാൻ കാണിച്ചത് മിമിക്രിയാണ്. അല്ലല്ല, എന്താണേലും പക്ഷെ താങ്ക്സ് ടു രജനീഷ്. പറഞ്ഞു തന്നെ ആവണം, വേറെ വഴിയില്ല. ഇത്രയും ഇതെല്ലാം വന്ന് ഞങ്ങൾക്ക് പാടാൻ ഇതുപോലൊരു അവസരം എല്ലാ ഇൻ്റർവ്യൂവിലും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ക്രൂ മെമ്പേഴ്സിനും രജനീഷിനും ഞങ്ങളുടെ എല്ലാം വക ഒരുപാട് താങ്ക്സ്. അതിന് നിങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലത് വരട്ടെ ജീവിതത്തിൽ. ഞങ്ങളുടെ അനുഗ്രഹം ആൻഡ് പ്രയേഴ്സ്. എല്ലാവർക്കും എല്ലാവരുടെ രക്തത്തിലും സംഗീതമുണ്ട്. അത് ഇനിഷ്യേറ്റ് ചെയ്ത് അതെ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ നിങ്ങൾ ചിട്ടപ്പെടുത്തി പഠിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ചിട്ടപ്പാടും പഠിത്തമൊന്നുമില്ല, നിങ്ങൾ പാടുന്നത് കേട്ട് ആസ്വദിക്കുന്നു. അല്ല, നമ്മള് ഈ ശ്വസിക്കുന്നത് തന്നെ ഒരു താളമല്ലേ? അതെ അതെ അതെ, എല്ലാത്തിനും ഒരു സംഗീതമാണ്. ഈ ഒരു ലോകം കറങ്ങുന്നതും ഒരു താളത്തിലാണ്. എല്ലാം സംഗീതമാണ്, സർവം സംഗീതമയം. അതെ, അതാണ്. അപ്പോ അതല്ലേ മറ്റേ സംഗീതമേ എൻ ദൈവമേ നിന്മതിവാനം നേരം തേടി വന്നേ ഉന്നെ ഞാൻ കാണ സംഗീതമേ. ഇളയരാജ സാറിന്റെ എന്തൊരു പാട്ടാന്നറിയാവോ അത്? സംഗീതം ജീവചൈതന്യം.
അതെ, ഒരു ഓണം വിഷും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശിവാംഗി പറ, അധികം ഓണം കണ്ടിട്ടില്ലാത്ത ശിവാംഗി. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്ക് എന്റെയും ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.